ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. നമസ്കാരം. ആലപ്പാട് ഗോൾഡ് ദൃശ്യ പോരാട്ടം 2025 ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ദൃശ്യ ന്യൂസ് ഒരുക്കുന്ന പ്രത്യേക സംവാദ പരിപാടി. ആലപ്പാട് ഗോൾഡ് പോരാട്ടം 2025 ഇന്ന് ഉള്ളത് തീക്കോയി ഗ്രാമപഞ്ചായത്തിലാണ്. ഈ ഗ്രാമപഞ്ചായത്തിൻ്റെ വികസന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നു. ഇവിടെ എത്തിയിരിക്കുന്ന പൊതുജനങ്ങൾക്കും ജനപ്രതിനിധികൾക്കും സ്വാഗതം. വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് KC ജെയിംസ്. സ്വാഗതം. പ്രതിപക്ഷ നേതാവ് CB രഘുനാഥൻ, സ്നേഹത്തോടെ സ്വാഗതം. UDF പ്രതിനിധി ഹരി മണ്ണുമടം, LDF പ്രതിനിധി സാജു പുല്ലാട്ട്, സ്വാഗതം. BJP പ്രതിനിധി ലാലി PV, സ്വാഗതം. ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ദൃശ്യ ന്യൂസ് ഒരുക്കുന്ന ആലപ്പാട് ഗോൾഡ് പോരാട്ടം 2025 ഇന്ന് തീക്കോയി ഗ്രാമപഞ്ചായത്തിൽ. ആദ്യമായി പ്രസിഡന്റിലേക്ക്, കഴിഞ്ഞ 5 വർഷക്കാലങ്ങൾ ഈ തീക്കോയി ഗ്രാമപഞ്ചായത്തിന് വേണ്ടി എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ നടത്താനായിട്ട് സാധിച്ചു? പ്രകടന പത്രികയിൽ പറഞ്ഞ എത്ര ശതമാനത്തോളം കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കാനായിട്ട് സാധിച്ചു? എടുത്തു പറയാവുന്ന എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ഈ ഗ്രാമപഞ്ചായത്തിൽ നടത്തിയിട്ടുള്ളത്? തീക്കോയി ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് സമസ്ത മേഖലകളിലും നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു ഭരണസമിതിയായിരുന്നു ഈ കഴിഞ്ഞ 5 വർഷക്കാലം തീക്കോയി ഗ്രാമപഞ്ചായത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ വളരെ നല്ല രീതിയിൽ പഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് നാടിൻ്റെ വികസനത്തിനു വേണ്ടി കൂട്ടായ പ്രവർത്തനത്തിലൂടെ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ കാഴ്ചവെക്കുവാൻ സാധിച്ചു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് ഈ ഭരണസമിതി മുന്നോട്ട് പോകുന്നത്. അതിന് ഇവിടുത്തെ ഗ്രാമീണ റോഡുകൾ പഞ്ചായത്തിൻ്റെ മെയിൻ്റനൻസ് ഗ്രാൻഡ് പദ്ധതിയിൽപ്പെടുത്തി എല്ലാ ഗ്രാമീണ റോഡുകളും 100% ഗതാഗത യോഗ്യമാണ്. അത് പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ ചെയ്തതുണ്ട്. മറ്റ് ഇതര ഫണ്ടിലും ഗ്രാമീണ റോഡുകൾ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സമ്പൂർണ്ണമായി എല്ലാ ഭവനങ്ങളിലും കുടിവെള്ള പദ്ധതി നടപ്പിലാക്കുവാൻ ജലനിധി പദ്ധതി പ്രകാരം കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് തുടങ്ങി വെച്ച കുടിവെള്ള വിതരണ പദ്ധതി ജലനിധി പദ്ധതിയിലൂടെ സമ്പൂർണ്ണമായി നടപ്പിലാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അത് പരിപൂർണമായി നടപ്പിലാക്കുവാൻ ജൽജീവൻ മിഷൻ പദ്ധതിയിലൂടെ ഇപ്പോൾ വലിയൊരു പദ്ധതിക്കും തുടക്കം കുറിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്തിൽ എല്ലാ പ്രദേശങ്ങളിലും എല്ലാ വഴികളിലും വഴിവിളക്കുകൾ സ്ഥാപിച്ചു എന്നുള്ളത് എടുത്തു പറയത്തക്ക കാര്യമാണ്. സമീപ പഞ്ചായത്തുകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ഏതാണ്ട് 2500-ൽ പരം സ്ട്രീറ്റ് ലൈറ്റുകൾ, ബൾബുകൾ പ്രകാശിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൈമാസ് ലൈറ്റുകൾ പ്രധാന ടൗണുകളിലെല്ലാം ഇപ്പോൾ ഇത് നമ്മുടെ കൺമുന്നിൽ നിൽക്കുന്നു. MP ഫണ്ടിലും MLA ഫണ്ടിലും തന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരുടെയും കൂട്ടായ സഹകരണം കൊണ്ട് സമ്പൂർണ്ണമായി പ്രകാശം പരത്തുവാൻ നമ്മുടെ വഴികളിലെല്ലാം സമ്പൂർണ്ണമായി ലൈറ്റുകൾ പ്രകാശിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പറയത്തക്ക കാര്യങ്ങൾ ലൈഫ് ഭവന പദ്ധതി PMA ഭവന പദ്ധതിപ്പെടുത്തി സമ്പൂർണ്ണ ഭവന നിർമ്മാണ പദ്ധതി നടപ്പിലാക്കുവാൻ ഈ ഭരണസമിതിക്ക് സാധിച്ചിട്ടുണ്ട്. പരിപൂർണമായോ എന്നുള്ള കാര്യത്തിൽ തർക്കങ്ങളുണ്ടായേക്കാം. പക്ഷേ അതിൻ്റെ അകത്ത് പഞ്ചായത്ത് പരമാവധി ഫണ്ടുകൾ നീക്കി വെച്ചുകൊണ്ട് ലൈഫ് ഭവന പദ്ധതി എന്ന് പറയുമ്പോൾ സർക്കാരിൻ്റെ പദ്ധതി എന്ന് സർക്കാർ അവകാശപ്പെടും എങ്കിൽ പോലും അതിൻ്റെ ഫണ്ടുകൾ നീക്കി വയ്ക്കുന്നത് ഗ്രാമപഞ്ചായത്താണ്. PMA വഴി കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ്. പക്ഷേ ഈ പദ്ധതിക്കൊക്കെ ആവശ്യമായ ഫണ്ടുകൾ നീക്കി വയ്ക്കുന്നത് ഈ പഞ്ചായത്തിന് ലഭിക്കുന്ന വികസന ഫണ്ടിൽ നിന്നാണ്. അപ്പോൾ അതൊക്കെ നീക്കി വെച്ച് ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് പാർപ്പിടം നിർമ്മിക്കുവാൻ ഈ ഭരണസമിതിക്ക് ഒരു പരിധിവരെ സാധിച്ചിട്ടുണ്ട്. പരിപൂർണമായോ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു തുടർച്ചയായ കാര്യമാണ്. മാലിന്യ നിർമ്മാർജ്ജനവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ഞാൻ പറയാം. ഓക്കെ.
മാലിന്യ നിർമ്മാർജ്ജനവുമായിട്ട് നിരവധിയായ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഹരിത കർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ ഈ പഞ്ചായത്തിൽ പരിപൂർണമായി എല്ലാ വാർഡിലും ഹരിത കർമ്മസേനയുടെ അംഗങ്ങളുണ്ട്. എല്ലാം കൃത്യമായി എല്ലാ വീടുകളും സന്ദർശിച്ച് പ്ലാസ്റ്റിക് പോലുള്ള വസ്തുക്കൾ കളക്ട് ചെയ്യുന്ന പരിപാടി വളരെ കൃത്യമായി നടക്കുന്നുണ്ട്. അതിനുവേണ്ടി പിക്കപ്പ് വാഹനം നമ്മളെടുത്തിട്ടുണ്ട്. ഇത് ശേഖരിച്ച് താൽക്കാലികമായി സൂക്ഷിക്കുവാൻ എല്ലാ പഞ്ചായത്തിലും നമ്മുടെ മിനി MCFകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത് പഞ്ചായത്ത് തലത്തിൽ കളക്ട് ചെയ്യുവാൻ 2 MCFകളുണ്ട്. ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ അത് കൂടുതൽ ഈ സാധനങ്ങൾ വയ്ക്കാൻ കൂടുതൽ ഏരിയ നമുക്ക് ആവശ്യമുണ്ട്. ഒന്ന് മാർമലയുണ്ട്, ഒന്ന് നമ്മുടെ VO ഓഫീസ്, പഴയ ഓഫീസ്, അത് വിപുലപ്പെടുത്തി ഇപ്പോൾ അതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ക്രമീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അതിൽ ഏറ്റവും പറയാവുന്ന കാര്യം നമ്മുടെ പഞ്ചായത്ത് ടൂറിസം മേഖലയാണ്. ആ ടൂറിസം മേഖല ആയതുകൊണ്ട് നിരവധിയായ മാലിന്യ പ്രശ്നങ്ങൾ നമുക്കുണ്ട്. ഈ സമീപ പഞ്ചായത്തുകൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മാലിന്യ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന പഞ്ചായത്താണ്. അപ്പോൾ ആ പഞ്ചായത്ത് എന്നുള്ളത് കൊണ്ട് അതിന് ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ മാലിന്യങ്ങളെല്ലാം വലിച്ചെറിഞ്ഞിട്ട് പോകുന്നുണ്ട്. അത് നിരീക്ഷിക്കാൻ സോളാർ നിരീക്ഷണ ക്യാമറകൾ ആനിളപ്പ് മുതൽ പഞ്ചായത്തിൻ്റെ അതിർത്തിയായ വഴിക്കടവ്, വാഗമൺ, കുരിശുമല, മുരുകന്മല തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ വരെ 17 സ്ഥലങ്ങളിൽ സോളാർ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു കഴിഞ്ഞു. അത് വലിയൊരു മുന്നേറ്റം തന്നെയാണ് ഈ രംഗത്ത് നമ്മൾ ചെയ്തിട്ടുള്ളത്. പിക്കോയിൽ സ്തംഭത്തെങ്കിലുണ്ട്, അതുപോലെ ഈ അടുത്ത പ്രദേശങ്ങളിലെല്ലാം ഉണ്ട്. അതൊരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് എടുത്തു പറയാം. അതോടൊപ്പം തന്നെ പഞ്ചായത്തിൻ്റെ ഏറ്റവും എടുത്തു പറയാവുന്ന മറ്റൊരു കാര്യം, പഞ്ചായത്തിൻ്റെ എല്ലാ സ്ഥാപനങ്ങളും നമ്മൾ നവീകരിച്ചിട്ടുണ്ട്. എല്ലാ പൊതുസ്ഥാപനവും നമുക്കറിയാം. ഒരു പഞ്ചായത്ത് ഓഫീസിൽ കയറി ചെന്നാൽ ആ ഓഫീസിൽ കയറി ചെല്ലുമ്പോഴാണ് അതിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ജനങ്ങളുടെ. ഞാൻ 2000 പഞ്ചായത്ത് പ്രസിഡൻ്റായ ആളാണ്. അന്ന് വരുമ്പോൾ ഓടിട്ട കെട്ടിടമായിരുന്നു. അന്ന് പാമ്പും ഇവിടുത്തെ ഈ കാട്ടുജന്തുക്കളും എല്ലാം വന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു. അതെല്ലാം മാറ്റി വളരെ നല്ല രീതിയിൽ നവീകരിച്ച് പബ്ലിക്കിന് വന്നാൽ കയറിയിരിക്കാൻ പറ്റുന്ന രീതിയിൽ ആ സ്ഥാപനത്തെ മാറ്റുവാൻ സാധിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, പഞ്ചായത്തിൻ്റെ എല്ലാ സ്ഥാപനങ്ങളും നവീകരിച്ചു. ഘടക സ്ഥാപനങ്ങളെല്ലാം നവീകരിച്ചു. കൃഷിഭവൻ, മൃഗാശുപത്രി, അതുപോലെ എല്ലാം 3 ഹോസ്പിറ്റലുകൾ. ഏറ്റവും ഒടുവിൽ നമ്മുടെ തിക്കോയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കുടുംബാരോഗ്യ കേന്ദ്രമായി 1,05,00,000 രൂപ മുടക്കി നവീകരിച്ച് എല്ലാ സംവിധാനങ്ങളോടുകൂടി നമ്മൾ പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിയാണ് ഒന്ന് ഉദ്ഘാടനം ചെയ്തത്. അപ്പോൾ അത് നമുക്ക് തിരിച്ചെത്താം. വീണ്ടും വികസന പ്രവർത്തനങ്ങളിലേക്ക് വരാം. ഓക്കെ, ഭവന പദ്ധതിയായാലും മാലിന്യ നിർമ്മാർജ്ജനമായാലും വഴിവിളക്ക് ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികൾ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് നടപ്പിലാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. താങ്കൾ ഈ ഭരണത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? തീക്കോയി ഗ്രാമപഞ്ചായത്തിൻ്റെ ഈ കഴിഞ്ഞ 5 വർഷത്തെ ഭരണം എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു സ്വജനപക്ഷപാതവും അതുപോലെ കെടുകാര്യസ്ഥതയുടെയും ഒരു 5 വർഷമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. നമുക്കറിയാം, മാലിന്യമുക്തത്തെക്കുറിച്ച് ഇവിടെ പ്രസിഡന്റ് ബാദോരാതെ സംസാരിച്ചു. ഒരു 8 വർഷങ്ങൾക്ക് മുമ്പ് താണ്ടെ 4-ാം വാർഡിൽ ഒരു മിനി MCF പണിത് വെച്ചിരിക്കുകയാണ്. അതിനകത്ത് ലക്ഷക്കണക്കിന് രൂപ മുടക്കി പ്ലാസ്റ്റിക് പൊടിക്കുന്ന ഒരു യന്ത്രം മേടിച്ച് വെച്ചേക്കുക. അത് പൊടിക്കുന്നതിന് വേണ്ടി ജനറേറ്റർ 5 ലക്ഷം രൂപ കൊടുത്ത് മേടിച്ച് വെച്ചു. ഇന്ന് വരെ അതൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കാണിക്കാൻ ഈ പഞ്ചായത്ത് ഭരണസമിതിയെ കൊണ്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചായത്തിനെ വെല്ലുവിളിച്ച് ചോദിക്കുകയാണ്. ലക്ഷക്കണക്കിന് രൂപയാണ് അതുവഴി പഞ്ചായത്ത് സർക്കാരിൻ്റെ ലാപ്സാക്കി കളഞ്ഞിരിക്കുന്നത്. വെറുതെ പറയാമോ? ലക്ഷക്കണക്കിന് രൂപയാണ് അത് പൊതുജനത്തിൻ്റെ പൈസ അത് തുരുമ്പെടുപ്പിച്ച് കളഞ്ഞിരിക്കുന്നത്. അതാണ് ഇവിടുത്തെ മാലിന്യം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം മാലിന്യത്തെ കുറിച്ച് പറയുമ്പോൾ. അവസരം തരാം. മറുപടി പറയാൻ അവസരം തരും. മറുപടി തരും. അവസരം തന്നിരിക്കും. പറയൂ. ഒരാൾ ഞാൻ പറയട്ടെ. പറഞ്ഞോട്ടെ. മറുപടി തരും. സമയം തരും. ഞാനാ പറയുന്നത്. സമയം തരും. ഓക്കെ, പറഞ്ഞോ. മാലിന്യത്തെക്കുറിച്ച് എടുത്തെടുത്ത് വാദോരാതെ ഇവിടെ പറയുന്നത് കേട്ടു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വഴിക്കടവ് മുതൽ ആനളപ്പ് വരെയുള്ള ഏത് ഭാഗത്താണ് കുമിഞ്ഞുകൂടി മാലിന്യങ്ങൾ നിൽക്കാതെ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൻ്റെ ഭാഗം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വഴിക്കടവ് വരുന്നത് ഒന്ന് യാത്ര ചെയ്ത് വരുന്നത് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവും. അതുപോലെ NREGയുടെ കാര്യം പ്രസിഡന്റ് വിഴുങ്ങിക്കളഞ്ഞു. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഞാൻ പറയട്ടെ,
ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ തന്നെ ഏറ്റവും പുറകിൽ നിൽക്കുന്ന പഞ്ചായത്താണ് തീക്കോയി ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. ഈ ബ്ലോക്കിൻ്റെ കീഴിൽ ഈ ബ്ലോക്ക് മെമ്പർ കോൺഗ്രസിൻ്റെതാണ്, ബ്ലോക്ക് പഞ്ചായത്ത് ഭരിക്കുന്ന കോൺഗ്രസ്സാണ്, തീക്കോയി പഞ്ചായത്ത് ഭരിക്കുന്ന കോൺഗ്രസ്സാണ്. ഈരാറ്റുപേട്ട ബ്ലോക്കിൻ്റെ കീഴിൽ ഏറ്റവും പുറകിൽ നിന്ന് ഒന്നാം സ്ഥാനത്ത് NREGയുടെ കാര്യത്തിൽ നിൽക്കുന്ന തീക്കോയി ഗ്രാമപഞ്ചായത്താണ്. അതിന് പ്രത്യേക ഒരു അവാർഡ് കിട്ടിയേക്കുക തീക്കോയി പഞ്ചായത്തിന്. അടുത്ത എന്ത് വിഷയങ്ങളാണ് അത് പിന്നെ പറയാം. ഒരു 2 പഞ്ചായത്ത് മെമ്പർമാർ ഇവിടെ കോൺഗ്രസിൻ്റെ ഇന്ത്യയെ ഒളിച്ചുപോയോ? ഒരു പഞ്ചായത്ത് മെമ്പർ ഇവിടുന്ന് പോയിട്ട് വർഷം 2ആയി. ഇവർ ജനങ്ങളോട് കാണിക്കുന്ന വെല്ലുവിളിയല്ലേ ഇത്? ഒരു തൊഴിലിന് വേണ്ടി പോകുന്നതിന് ഞങ്ങൾ കുറ്റം പറയുന്നൊന്നുമില്ല, ഒരാളെ വിദേശത്ത് പോകുന്നതിന് ഞങ്ങൾ കുറ്റം പറയുന്നില്ല. 2 വർഷം മുമ്പ് ഒരു തൊഴിലിന് വേണ്ടി ഒരു പഞ്ചായത്ത് മെമ്പർ ആ വാർഡിൽ നിന്ന് പോവുകയാണെങ്കിൽ സ്വമേധയാ ധാർമ്മികതയുടെ പേരിൽ അവർ രാജിവെച്ചിട്ട് അടുത്ത തെരഞ്ഞെടുപ്പ് നടത്തണം. അല്ല ആ വാർഡിൽ ജനങ്ങളോട് കാണിക്കുന്ന വെല്ലുവിളിയല്ലേ അത്? ആ വാർഡിൽ ജനങ്ങൾ വോട്ട് ചെയ്ത് വിട്ട് 5 കൊല്ലത്തേക്ക് നിൽക്കാൻ വേണ്ടിയാ. അല്ലെങ്കിൽ അവർ രാജിവെച്ചിട്ട് പോയാൽ അവിടെ ബൈലക്ഷൻ നടക്കും. അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർഡ് 5-ാം വാർഡ് എന്ന് പറയുന്നത്. ആ വാർഡിൽ ഒരുപാട് വിഷയങ്ങളുള്ള വാർഡാണ്. ആ വാർഡിൽ ഒരു മെമ്പർ ഇല്ലാതായിട്ട് 2 വർഷമായി. ഞങ്ങൾ അന്നേ അവരോട് പറഞ്ഞു രാജിവെച്ചിട്ട് പോകാൻ. അത് കേൾക്കാതെ പഞ്ചായത്ത് പ്രസിഡന്റ് അധികാരം പോകുന്നുള്ള പേടിയിൽ ബൈലക്ഷൻ വന്നാൽ അവിടെ തോറ്റു പോകുന്നുള്ള പേടിയോടുകൂടിയാണ് അദ്ദേഹം അവിടെ രാജിവെപ്പിക്കാതെ പറഞ്ഞു വിട്ടത്. 2 കൊല്ലമായി. അടുത്ത മെമ്പർ പോയി 6 മാസമാകാൻ പോകുന്നു രാജിവെക്കാതെ പോയേക്കുന്നത്. ഇത് കോൺഗ്രസിന്റെ സ്വന്തം വാർഡിൽ നിന്ന് ജയിച്ച ഏതെങ്കിലും മെമ്പർ ആ വാർഡിലുണ്ടോ? നിങ്ങൾ നോക്കണം. ഏതെങ്കിലും മെമ്പർമാർ വാർഡിലുണ്ടോ? ഒറ്റ മെമ്പർമാരില്ല. 9-ാം വാർഡിലെ മെമ്പർ വേലശ്ശേരിയിൽ ജയിച്ചു. ഇപ്പൊ താമസിക്കുന്നത് 13-ാം വാർഡിലാണ്. വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ? ഒരു വികസന പ്രവർത്തനം അവിടെ നടക്കുന്നില്ല. ഒരു വികസന പ്രവർത്തനം ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുണ്ട്. സാർ അവിടെ നിൽക്കുക, ഞാൻ പറഞ്ഞിട്ട് പറയാതെ സമയം തരാം. നമുക്ക് സമയം കിടക്കുവാ, സംസാരിക്കാൻ സമയം കിടക്കുവാ. ഈ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ പറഞ്ഞിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം ഒരുമാതിരി പേപ്പറിൽ എഴുതി ജനങ്ങളെ കണ്ടി പൊട്ടിയിരുന്ന ഒരു വികസനം നടന്നിരിക്കുന്നത്. ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്തിയേക്കാം. 25 വർഷം മുമ്പ് ഈ നാട്ടിൽ നിന്ന് പോയ ഒരാൾ ഇപ്പൊ പുതിയതായിട്ട് ഈ തീക്കോയ്ക്ക് വരുവാണെങ്കിൽ അന്നത്തെ തീക്കോയ ഇന്നും ഈ തീക്കോയ്ക്ക് എന്തെങ്കിലും മാറ്റമുണ്ടോ? വികസനങ്ങൾ നടന്നിട്ടില്ല. ഒരു വികസനം നടന്നിട്ടില്ലെന്ന് മാത്രമല്ല, പ്രസിഡന്റിന്റെ സ്വന്തം പാടാ ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡോ ഒരു യൂറിൻ ഷെഡോ പണിയുന്നതിന് ഇന്ന് വരെയായിട്ട് ഈ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടെ അയച്ചിട്ടില്ല. നമ്മൾ ബി.ജെ.പി പ്രതിനിധിയിലേക്ക് എത്തുകയാണ്. ഈ കഴിഞ്ഞ 5 വർഷക്കാലം ഈ ഭരണം എങ്ങനെയാണ് ബി.ജെ.പി വിലയിരുത്തുന്നത്? എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഇവിടെ നമ്മുടെ പ്രസിഡന്റ് എണ്ണി ഓരോ കാര്യങ്ങൾ പറയുകയുണ്ടായി. ഇവിടുത്തെ ഗ്രാമീണ റോഡുകളെല്ലാം 100% സർക്കാരയോഗ്യമാണ്. ആണോ സാർ? സാറിൻ്റെ വാർഡിലെ വെട്ടിപ്പറമ്പ് ആനിയളപ്പ് മുതൽ വെട്ടിപ്പറമ്പ് അല്ല പൂഞ്ഞാർ വരെയുള്ള റോഡ്, വെട്ടിപ്പറമ്പിൻ്റെ വരെ ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ മതി. അതുവരെയുള്ള റോഡ് എങ്ങനെയാ സാർ? കാൽനട യാത്രയ്ക്ക് പറ്റുമോ? ഇല്ലല്ലോ. എല്ലാവർക്കും സമയം തരാം. പ്ലീസ് മറുപടി പറയാൻ തരാം. ഒന്നിച്ച് പറഞ്ഞോ. മറുപടി പറയിച്ചിട്ടേ വിടത്തുള്ളൂ. പറയട്ടെ. അവര് പറയാനുള്ളത് പറഞ്ഞിട്ട് സമയം തരാം. മറുപടി നിങ്ങളിലേക്ക് ചോദിക്കും. പറയൂ. പ്ലീസ് അവര് പറയട്ടെ. സംസ്ഥാനം ഭരിക്കുന്നത് അവര് പറയട്ടെ. നിങ്ങൾക്ക് സമയം തരാം. അവര് പറയട്ടെ. മര്യാദ കാണിക്കണം. പ്ലീസ് അവർക്ക് പറയാൻ സമയം തരാം. പറയാനുള്ള സമയം തരാം. പറയൂ. പ്ലീസ്. പിന്നെ തൊഴില് ഇവിടെ വർഷങ്ങൾ ഇവിടെ കേരളം ഉണ്ടായത് മുതൽ പിന്നെ UDF ആണ് ഭരിക്കുന്നത്. ഇവിടെ ഒരു 300 പേർക്ക് തൊഴിൽ കൊടുക്കാവുന്ന എന്ത് വ്യവസായ സംരംഭമാണ് സാർ ഇവിടെ വന്നത്? വർഷങ്ങൾക്ക് മുൻപ് ഇവിടെ പിന്നെ 10,000 ആൾക്കാർ ജോലി ചെയ്തിരുന്ന ഒരു എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. അതെല്ലാം യൂണിയൻ്റെ സമരം മൂലം പോയില്ലേ. പിന്നെ ഒരു പഞ്ചായത്ത് ഒരു ആളുകൾക്ക് ഇരിക്കാനുള്ള ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടോ ഇവിടെ? എത്രമാത്രം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു വഴിയാണ്. 25 കിലോമീറ്റർ ചുറ്റളവിൽ നമ്മുടെ ഈ പഞ്ചായത്തിൽ മുഴുവൻ യാത്ര ചെയ്ത് അന്യരാജ്യങ്ങളിൽ നിന്ന് പോലും വരുന്ന ടൂറിസ്റ്റുകൾക്ക് വിശ്രമിക്കാൻ ആവശ്യമായ ഒരു വെയിറ്റിംഗ് ഷെഡോ അവർക്ക് ഒരു റെസ്റ്റ് എടുക്കാനുള്ള ഒരു എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? വനിതകളൊക്കെ വരുന്ന ആൾക്കാർക്ക് ഒരു ശുചിമുറി ഉണ്ടോ ഈ തീക്കോയി പഞ്ചായത്തിൽ? എന്തിന് ടൂറിസ്റ്റ് കേന്ദ്രമായ വഴിക്കടവ് ഉൾപ്പെടുന്ന മേഖലയിലുണ്ടോ?
ഇതൊക്കെ ആരാ സാർ നടപ്പാക്കുന്നത്? ഇതുവരെ ഭരിച്ച സാറിന് പറ്റിയില്ലെങ്കിൽ ഇനി ഞങ്ങൾക്ക് വിട്ടു ഞങ്ങൾ നടത്തി കാണിച്ചു തരാം. ഓക്കെ മറുപടി. വികസനങ്ങൾ നടത്തിയിട്ടില്ല. പല വികസനങ്ങളും എണ്ണി പറയുന്നുണ്ട്. പക്ഷേ BJP കാഴ്ചപ്പാടിൽ വികസനങ്ങൾ നടത്തിയിട്ടില്ല ഈ ഭരണസമിതി. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. Introducing South India's largest sanitary wear showroom, now in Pala. Welcome to Cochin Saniwares, where luxury meets innovation. Here, every leading sanitary wear brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home, with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look before you decide. കൈകളുടെ അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ്. സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഒക്ടോബർ 17 മുതൽ 24 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ വരൂ. മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. മുരിക്കൻസ് ഗ്രൂപ്പിന്റെ MG ആൻഡ് ഫ്ലൈലൈൻ പ്രൊഡക്റ്റുകളിലേക്ക് ഏവർക്കും സ്വാഗതം. മോഹന വാഗ്ദാനങ്ങളിൽ ആകൃഷ്ടരാകാതെ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരവും വിൽപ്പനാനന്തര സേവനവും ഈ കാലഘട്ടത്തിൽ ഒരു ഉപഭോക്താവ് കരുതലോടുകൂടി ഉറപ്പുവരുത്തേണ്ടതാണ്. വിവിധതര ഉൽപ്പന്നങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരത്തിൽ 30 വർഷത്തിന് മേൽ പ്രവർത്തന പാരമ്പര്യമുള്ള മുരിക്കൻസ് ഗ്രൂപ്പിന്റെ MG ആൻഡ് ഫ്ലൈലൈൻ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഈ ഫീൽഡിലെ എക്സ്പേർട്സിൽ നിന്ന് തന്നെ നിങ്ങൾ സ്വന്തമാക്കും. ഓൺ ഗ്രിഡ് അല്ലെങ്കിൽ ഓഫ് ഗ്രിഡ് സോളാർ പവർ പ്ലാന്റുകൾ, രാത്രി കാലങ്ങളിൽ വീടിന്റെ പരിസരവും ഗാർഡനുകളും അതിമനോഹരമാക്കുവാനുള്ള സോളാർ ഗാർഡൻ ലൈറ്റുകൾ, ബാറ്ററിലെസ് സോളാർ പവർ പ്ലാന്റുകൾ, ഹൈ വോൾട്ടേജ് ആൻഡ് ലോ വോൾട്ടേജിൽ നിന്ന് നമ്മുടെ ഗൃഹോപകരണങ്ങളെ സംരക്ഷിക്കുന്ന ഇലക്ട്രിക് പ്രൊട്ടക്ടറുകൾ, MG ബ്രാൻഡഡ് സോളാർ വാട്ടർ ഹീറ്ററുകൾ, കോൺസ്റ്റന്റ് വോൾട്ടേജ് ഔട്ട്പുട്ട് നൽകുന്ന MG സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസറുകൾ, ഭക്ഷണപാനീയങ്ങളും മറ്റും കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനുള്ള ഡീപ് ഫ്രീസറുകൾ, ഹോസ്പിറ്റൽ മോർച്ചറി ചേംബറുകൾ, മൊബൈൽ മോർച്ചറികൾ എന്നിവ ഞങ്ങളുടെ വിശാലമായ ശ്രേണിയിൽപ്പെടുന്നു. മുരിക്കൻസ് ഗ്രൂപ്പിന്റെ ഈ പ്രൊഡക്റ്റുകളെ കുറിച്ച് അറിയുന്നതിനായി സന്ദർശിക്കൂ
murikens.com അല്ലെങ്കിൽ solarkerala.com. ജയ്, പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനോടാണ് ഞാൻ ആദ്യം മറുപടി പറയുന്നത്. ഇത് LDF എത്ര വർഷമായി ഇപ്പോൾ? പിന്നെ 5, 3, 8, 9 വർഷമായി തോന്നുന്നു. ഈ 9 വർഷത്തിനിടയ്ക്കുള്ള ഒരു 5 വർഷത്തിലാണ് UDF ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. 9 വർഷത്തിലും UDF തന്നെ നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതനുസരിച്ചാണെങ്കിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വികസന പ്രവർത്തനം നടത്താത്ത പഞ്ചായത്തിൽ ഫണ്ട് വരുന്നു, LDFൻ്റെ ഫണ്ട് വരുന്നു? ഫണ്ട് വന്നാൽ നമുക്ക് ഫണ്ട് വരുന്നുണ്ടല്ലോ, അത് ചെലവഴിക്കുന്നതുകൊണ്ടാണല്ലോ വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത്. അപ്പം ഇത് വസ്തുനിഷ്ഠമായ ഒരു നുണയാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരിക്കുന്നത്. ഫണ്ട് തരുന്നുണ്ട്, വികസനങ്ങൾ നടക്കുന്നുണ്ട്. നമ്മൾ LDF പ്രതിനിധിയിലേക്ക് പോവുകയാണ്. എന്താണ് ഈ ഒരു ഭരണത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്? ബഹുമാനായ കോൺഗ്രസിൻ്റെ അംഗം ഈ ഫണ്ടിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ കയ്യിൽ 2022-23 കേരള സർക്കാരിൻ്റെ സംസ്ഥാന ഓഡിറ്റ് റിപ്പോർട്ടാണ് തീക്കോയി ഗ്രാമപഞ്ചായത്തിൻ്റെ. ഫണ്ടിൻ്റെ വിനിയോഗത്തെക്കുറിച്ച് വിനിയോഗ ലക്ഷ്യം കൈവരിച്ചില്ല. 79,14,470 രൂപ സഞ്ചിത നിധിയിലേക്ക് തിരികെ എടുക്കപ്പെട്ടു. അംഗീകാരം കിട്ടിയ പ്രോജക്റ്റുകൾ നടപ്പാക്കാതിരുന്നതും നടപ്പാക്കിയവയുടെ കാര്യത്തിൽ സമയക്ലിപ്തത പാലിക്കാതിരുന്നതിനാലും 79,14,470 രൂപയുടെ പദ്ധതി തുക ചെലവഴിക്കാനാകാതെ സ്ഥാപനത്തിന് നഷ്ടമാവുകയാണ് ഉണ്ടായത്. ഇപ്രകാരം തൻവർഷം സഞ്ചിത നിധിയിലേക്ക് തിരികെ എടുക്കപ്പെട്ട സർക്കാർ ഗ്രാൻറ്റുകളുടെ വിശദാംശങ്ങൾ എന്നും പറഞ്ഞാണ് ഇത് ഫണ്ട് ലഭിച്ച ഫണ്ട് പോലും ചെലവാക്കാൻ പറ്റിയിട്ടില്ല. 80 ലക്ഷം രൂപയാണ് ഈ നാടിന് നഷ്ടപ്പെടുത്തിയത്. ഒരു പിന്നെ പുതിയ റോഡ് പോലും ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ തന്നെ മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട പാവപ്പെട്ട ആളുകൾക്ക് 1 ലക്ഷം രൂപ വെച്ച് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ 80 പേർക്ക് ഇതിൽ നിന്ന് എടുത്തു കൊടുക്കാമായിരുന്നു. ഇതൊന്നും സാധിക്കാതെ വെറുതെ സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. അവരുടെ കെടുകാര്യസ്ഥ ഇത് വേറെ ആരും പറയുന്നത് ഇത് ഒരു ആരോപണവുമല്ല. ഇത് ഗവൺമെൻറ്റിൻ്റെ കേരള സംസ്ഥാന ഓഡിറ്റ് വകുപ്പിൻ്റെ തീക്കോയി ഗ്രാമപഞ്ചായത്തിൻ്റെ ഓഡിറ്റ് റിപ്പോർട്ടാണിത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നതാണിത്. 22-23 കാലഘട്ടത്തിലല്ലേ 79 ലക്ഷത്തോളം രൂപ ലാപ്സായി പോയിരിക്കുന്നു, അല്ലെങ്കിൽ ചെലവാക്കാനായിട്ട് സാധിച്ചില്ല. ഓഡിറ്റ് റിപ്പോർട്ടിനെ പറ്റി അദ്ദേഹം ഇവിടെ പറയുണ്ടായി. ഓഡിറ്റ് റിപ്പോർട്ട് പലതും എൻ്റെ ഇരിപ്പുണ്ട്. അതെല്ലാം എടുത്തു കഴിഞ്ഞാൽ ആ രാഷ്ട്രീയ പ്രതിനിധി ഇവിടെ നിന്ന് വിട്ടുപോകേണ്ടി വരും. ഈ ഒരു 79 ലക്ഷം രൂപ ഓഡിറ്റ് റിപ്പോർട്ട് പഞ്ചായത്തിന്റെ ആണെങ്കിലും ബാങ്കിന്റെ ആണെങ്കിലും ഓഡിറ്റ് റിപ്പോർട്ട് എല്ലാം എടുത്ത് പരിശോധിച്ചാൽ ഈ നാട്ടിൽ നിൽക്കത്തില്ലാത്ത രീതിയിൽ കടം വിട്ടേണ്ടി വരും. ഓഡിറ്റ് റിപ്പോർട്ട് അല്ല, ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ പറയുന്നതായിട്ട് ഞാൻ പറഞ്ഞല്ലോ. ഓഡിറ്റ് റിപ്പോർട്ടിനെ പറ്റി ആധികാരികമായിട്ട് പറയാനുള്ള ഒരു അവകാശം ആ വ്യക്തിക്കില്ല. അതൊന്നും എന്നോട് പറഞ്ഞു മനസ്സിലാക്കണം. ആ പൈസ ചെലവാക്കിയില്ല എന്ന് പറയുന്നു, അതാണ് ചോദ്യം. ഓഡിറ്റ് റിപ്പോർട്ട് പറയട്ടെ. 95-2000 ഓഡിറ്റ് റിപ്പോർട്ട് ഇരിപ്പുണ്ട്. അതുപോലെ പല വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ട് ഇരിപ്പുണ്ട്. അതുപോലെ ഓഡിറ്റ് റിപ്പോർട്ടിൽ ഇവിടെ ഇടതുപക്ഷ സർക്കാരിന്റെ കഴിഞ്ഞ 2015-2020 കാലഘട്ടത്തിൽ 100% പദ്ധതി വിഹിതം നടപ്പിലാക്കിയതിന് സംസ്ഥാന സർക്കാരിന്റെ ഈ ചോദ്യത്തിന് ഉത്തരത്തിലേക്ക് സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് മേടിച്ച ഭരണസമിതിയാ. ഈ പ്രാവശ്യത്തെ ചോദ്യം 80 ലക്ഷം രൂപ എങ്ങനെ പോയി എന്നുള്ളതാണ്. അതിനൊരു ഉത്തരം കിട്ടിയാൽ മറുപടി പറയട്ടെ. ഒരു വീട് മെയിൻ്റനൻസിന് പോലും ജനറൽ മറുപടി തരാം. പറയട്ടെ. ഒറ്റ ചോദ്യം പ്രസിഡന്റിനോട് ഒറ്റ ചോദ്യം. ആ 80 ലക്ഷം രൂപ ലാപ്സായി പോയോ ഇല്ലയോ? 80 ലക്ഷം ലാപ്സായിട്ടില്ല. ഞാൻ പറയാം അതിന്റെ കാര്യം. പറയൂ. ഇവിടെ ഇടതുപക്ഷ മുന്നണിയാണ് ഭരിക്കുന്നത്. കേരളം സംസ്ഥാന ഭരണം. ഞാൻ പറഞ്ഞത് ഏതർത്ഥത്തില്ല.
സംസ്ഥാന ഗവൺമെന്റ് ഇടതുപക്ഷ മുന്നണിയാണ്. പഞ്ചായത്തിന് വേണ്ടി ഉദ്യോഗസ്ഥരെ തരുന്നില്ല. ഇവിടെ ഇല്ല, ഓവർസീർ ഇല്ല എന്ന് അവരില്ലാത്തത് കൊണ്ട് മെയിൻ്റനൻസ് ഗ്രാൻഡിൽ വർക്കുകൾ കൃത്യമായി നടക്കാൻ സാധിച്ചിരുന്നില്ല ഒരു വർഷം. അതിന്റെ പേരിൽ ചില സ്പിൽ ഓവർ വർക്ക് ഉണ്ടായിട്ടുണ്ട്. ഒരു ലാപ്സുമായിട്ടില്ല. വെക്കണം, ഓവർസീറെ വെക്കണം. വെക്കണ്ട, കാരണം ഇവിടെ വികസനം നടക്കണ്ട. ലാപ്സായി ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിക്കണം. രാഷ്ട്രീയ പ്രതിനിധിക്ക്, കേരള കോൺഗ്രസിന്റെ ആളുകൾക്ക്, ഇവിടെ രാഷ്ട്രീയ പ്രതിനിധിക്ക് ഇവിടെ കണക്ക് അവതരിപ്പിക്കണം. അതെ, വന്നാലും ഓവർസീർ വന്നാൽ ഇവിടെ വർക്ക് നടക്കും. വർക്ക് നടക്കരുത്. അത് വർക്ക് നടക്കാതിരിക്കാനുള്ള രാഷ്ട്രീയ കളിയാണ്. അതുകൊണ്ട് ആ വർത്തമാനമൊന്നും ഇവിടെ വേണ്ട. മറുപടി പറയാം. സമയം തരാം. ഒറ്റ കാര്യം കൂടെ. ഒരു കാര്യം കൂടെ. പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പറഞ്ഞത് അതിന് ഞാൻ മറുപടി പറയാം. ബാക്കിയുള്ള മറുപടിയൊക്കെ ഞാൻ നേരെ പറഞ്ഞോളാം. അത് കുഴപ്പമില്ല. മറുപടി തരും പ്ലീസ്. പറയട്ടെ. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പ്ലാസ്റ്റിക് ഷെഡിങ് യൂണിറ്റ് അതെ, പ്ലാസ്റ്റിക് ഷെഡിങ് യൂണിറ്റ് കഴിഞ്ഞ ഭരണസമിതി ഞാനും ഉണ്ടായിരുന്ന കാലത്ത് തുടങ്ങിയതാണ്. ഈ പ്ലാസ്റ്റിക് ഷെഡിങ് യൂണിറ്റ് തുടങ്ങണമെന്ന് കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ആ പദ്ധതി അവിടെ നടപ്പിലാക്കിയത്. അത് നടപ്പിലാക്കി ഷെഡിങ് യൂണിറ്റിൻ്റെ വിഷയം കൊണ്ടുവന്നു. ഈ ഭരണസമിതി അവിടെ വൈദ്യുതിയില്ല, അതിന് ഊർജം വേണ്ടേ? അപ്പം ഞാൻ അവിടെ പറഞ്ഞു, ഞാൻ വൈദ്യുതി ലൈൻ എത്തിക്കാം, എന്നാൽ ആ വഴിക്ക് സ്ട്രീറ്റ് ലൈറ്റും കൂടെ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു അത് പറ്റിയാൽ അത് ചില സ്വകാര്യ വ്യക്തികളെ സഹായിക്കാനാണ്, ജനറേറ്റർ മേടിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ ഈ ഭരണസമിതി തുടങ്ങിയപ്പോഴാണ് ഞാൻ പറഞ്ഞു അതല്ല, വൈദ്യുതി ലൈൻ വരുവാണ്, നമ്മുടെ ടൂറിസം മേഖലയാണ്, അങ്ങോട്ടൊരു വെളിച്ചം വന്നാൽ നമുക്ക് വരുന്ന ആളുകൾക്ക് വിളിച്ചു വിട്ടു കൊടുക്കാം. സമ്മതിക്കില്ല. ഇവിടെ പോസ്റ്റർ ഒടിച്ചു. എനിക്കെതിരെ ഏറ്റവും ആദ്യം ഉണ്ടായ പോസ്റ്റർ യുദ്ധമാണ് ആ സംഭവം. അല്ല, അപ്പം ഞാൻ അതിനെ അപ്പം പറഞ്ഞു ജനറേറ്റർ മതി. ആയിക്കോട്ടെ, നീ ജനറേറ്റർ മേടിക്കാത്തതുകൊണ്ട് അവിടെ കാര്യം നടക്കണ്ട. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, ഞാനല്ല, കഴിഞ്ഞ ടൈമില് രണ്ടാമതിരുന്ന ശ്രീ ഷാജൻ പുറപ്പത്താനത്തിൻ്റെ കാലത്താണ് ജനറേറ്റർ മേടിക്കണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഞാൻ അതിനെ അവസാനം മനസ്സോടെ സമ്മതിച്ചു. പക്ഷേ ജനറേറ്റർ മേടിച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ ഈ ഗവൺമെൻറ് നയം പറഞ്ഞു, നിങ്ങളാരും പ്ലാസ്റ്റിക് പൊടിക്കണ്ട. ഈ ഗവൺമെന്റ്, ഇപ്പോഴത്തെ ഗവൺമെന്റ് പറയുന്നു, തദ്ദേശ സ്വയംഭരണ MP രാജേഷ് മന്ത്രി പറയുന്നു, അത് ക്ലീൻ കേരള കമ്പനിക്ക് നിങ്ങൾ തൂക്കി കൊടുത്താൽ മതി. പൊടിച്ച് നിങ്ങൾ എന്തിനാ കാശ് കളയുന്നത്? അതുകൊണ്ട് തൂക്കി കൊടുത്താൽ മതി. എന്തിനു കാശ്? 8 കൊല്ലം മുമ്പ് മേടിച്ച മിഷന്റെ കാര്യമാണ് പറഞ്ഞത്. 8 കൊല്ലം മുമ്പ് രാജേഷിന്റെ ഓർഡറിനാണ് ഇപ്പൊ പറഞ്ഞത്. 8 കൊല്ലമായിട്ട് തുരുമ്പിച്ച് പോയ മിഷന്റെ കാര്യമാണ് പറയുന്നത്. അതിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ പഞ്ചായത്തിൽ നഷ്ടം വരുന്ന ഒരു കാര്യത്തിന് ഞാൻ കൂട്ടിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് പറയാം. പൊതുജനങ്ങളുടെ ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. ചോദ്യം ചോദിക്കാനുള്ളത് ആരാണ്? ഒന്ന് കൈവെക്കും കേട്ടോ. ചോദ്യം ചോദിക്കാം. ഇവിടെ മൈക്ക് പെട്ടെന്ന് പറഞ്ഞോ. സ്വകാര്യ വ്യക്തിയുടെ ഭൂമിയിലേക്ക് കഴിഞ്ഞ തവണ പഞ്ചായത്തിലേക്ക് മത്സരിച്ചപ്പോൾ 3 ലക്ഷം രൂപ ഇലക്ഷൻ ഫണ്ടായിട്ട് മേടിച്ചു. അതിനെ ഉദ്ദേശിച്ച കാര്യത്തിന് പ്രത്യുപകാരമായിട്ടാണ് ലൈൻ മേടിച്ചു കൊടുക്കാന്ന് വെച്ചത്. സ്വകാര്യ വ്യക്തി ഒരു വീട് പോലും ഇല്ല. ആ വീട് പോലും ഇല്ലാത്ത സ്ഥലത്തേക്ക് 19 ലക്ഷം രൂപ മുടക്കി. തെളിവുകളുണ്ടോ? അല്ല, ഇലക്ഷൻ ഫണ്ട് മേടിച്ചു എന്നുള്ളത് തെളിവുകളുണ്ടോ? അതിന്റെ ഒരു മറുപടിയുടെ പ്രശ്നം പറ.
ഉത്തരം മുട്ടുമ്പം കൊഞ്ഞനം കുത്തുന്ന പരിപാടി വേണ്ട, അത് നടക്കുകയില്ല. ആരോപണം വേണമെങ്കിൽ 3 ലക്ഷം ഓക്കെ 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 നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. അപ്പൊ എല്ലാവർക്കും അവസരം കിട്ടും. ചോദ്യങ്ങളിലേക്ക് പോവാം. ഉത്തരം പറയാം. ചോദ്യങ്ങളിലേക്ക് പോവാം. ആരാണ് ചോദ്യം? മൈക്ക് ഇവിടെ. ഓക്കെ ഓക്കെ 3 ലക്ഷം മേടിച്ചെന്നോ മൈക്ക് തരാം. ഒരു ജനവും പറയല. ആരോടാണ് ചോദിക്കുന്നത്? ഇവിടെ ചോദ്യത്തിലേക്ക് വാ. ആരോടാ? ഓക്കെ, മൈക്ക് അടുപ്പിച്ച് പിടിച്ചേ. ഇവിടെ ഒരു പുലിയും കടുവായെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വർഷങ്ങൾ എത്ര ഇതുവരെ ടൂറിസ്റ്റായിട്ട് കൊടുത്തതെന്ന് പറയും. എവിടെയും പുലി ഇതുവരെ ഒന്ന് കാണിക്കാൻ പറ്റുമോ? ഒരു ദിവസം പറയും പുലിയാന്ന് പറയും, പിന്നെ കടുവായെന്ന് പറയും, പിന്നെ പൂച്ചക്കുട്ടിയാന്ന് പറയും. എന്തായാലും സംഭവം നടന്നിട്ടുണ്ടോ? ടൂറിസ്റ്റ് എന്ന് പറയും. പിന്നെ വേറെ കാര്യം, ഇവിടെ ആശുപത്രിയുടെ കാര്യം പറഞ്ഞു. ജനകീയമായിട്ട് ഇവിടെ എല്ലാവർക്കും, ഞാനൊരു ക്യാൻസർ രോഗിയാണ്, ഇവിടെ ആശുപത്രിയാന്ന് പറഞ്ഞു. ഇവിടെ അടുത്ത് കടപ്രയാറ് ആശുപത്രി പോയി നോക്കാം, ഉള്ളനാട്ടിലെ ആശുപത്രി പോയി ഇവിടെ കിടത്തി ചികിത്സിക്കുണ്ടോ? കോടികൾ മുടക്കി എന്ന് പറഞ്ഞു. ഒരു ദിവസം പോയി എന്തായാലും ഒരു വൈകുന്നേരം ഒന്ന് അത്യാവശ്യം ഓടിപ്പോയി പ്രശ്നം നോക്കണം എന്ന് പറഞ്ഞാൽ നടക്കാൻ പറ്റുന്ന കാര്യമാണോ ഇത്? അതുപോലെ തന്നെ 50 വർഷം മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചന്തയുണ്ടായിരുന്നു, മാർക്കറ്റ്. അതുപോലെ ഇവിടെ ടാക്സി സ്റ്റാൻഡിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും ഇവിടെ ചെയ്തോ? 50 വർഷം മുമ്പിലുള്ള കാര്യങ്ങൾ ഇന്ന് വരെ ഉണ്ടോ? അത് മുഴുവൻ ക്യാൻസൽ ആയി പോയില്ലേ? എന്താ ഇവിടെ എന്താ കാര്യം? ഇവിടെ വേറെ പറയാം. ഞാൻ അതിരാതി ഇഷ്ടപ്പെട്ട എനിക്ക് ഇന്ന് വരെ എന്താ സാഹചര്യം എന്നോട് പറഞ്ഞ് സ്പോൺസർ വരുന്നു 2011 2024 11-ാം മാസം ഇതാണ് എൻ്റെ പേപ്പറിൽ ഇരിക്കുന്നു. ഞാൻ അതിരാതി ഇഷ്ടപ്പെട്ട നിങ്ങൾ പറഞ്ഞു. ഞാൻ നേരിട്ട് വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതേ വരും ടോമേ, സ്പോൺസർ വരും എന്ന് പറഞ്ഞു. എല്ലാവരും പറയും സ്പോൺസർ വരും എന്ന് പറയും. ഇതുവരെ ഞാനേ എൻ്റെ വീട്ടിൽ വെള്ളം പോലും ഇല്ല. ഞാനേ 3 മാസമായിട്ട് വെള്ളം ഓരോരുത്തർ എൻ്റെ കൂട്ടുകാർ ഒരു ചാറ് വെച്ചാൽ എനിക്ക് ഞാൻ കുളിച്ചിട്ട് എത്ര ദിവസം അറിയാം എൻ്റെ വീട്ടിൽ വെള്ളം അറിയോ? ചോദ്യം. ഓക്കെ, ഞാൻ മറുപടി ഓക്കെ 2-3 കാര്യങ്ങൾ. ഓക്കെ, പറയട്ടെ. ഓക്കെ, ഇവിടെ മറുപടി പറയും. ഓക്കെ, വാഗമൺ ടൂറിസവുമായി ബന്ധപ്പെട്ട പുലി അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് ചോദിച്ചു. അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പുലിയുടെ കാര്യത്തിൽ എനിക്ക് പുലി ഞാൻ കൊണ്ടുവന്ന പുലിയല്ല. ഞാനല്ല പുലിയെ കൊണ്ടുവന്നത്. പുലിയാണോ കടുവ അല്ല, ഞാനവിടെ പുലിയാണോ കടുവയാണോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഇത് PC ജോർജ് MLA ആയിരുന്നപ്പം 10 വർഷം മുമ്പ് കൊണ്ടുവന്ന ഒരു പുലിമടയാണ്. പഞ്ചായത്തിന്റെ വെയിറ്റിംഗ് ഷെഡാണ്. ആ വെയിറ്റിംഗ് ഷെഡ് പഞ്ചായത്തുമായിട്ട് ഒരു കരാറുണ്ട്. ഈ വെയിറ്റിംഗ് ഷെഡ് പൊളിച്ചിട്ട് അവിടെ വെയിറ്റിംഗ് ഷെഡ് അതേ രീതിയിൽ അതിനേക്കാൾ സൗകര്യപ്രദമായി നിലനിർത്തിക്കൊണ്ട് വരുന്ന ടൂറിസ്റ്റുകൾക്ക് ആ പ്രദേശം മനോഹരമായി കാണാനുള്ള ഒരു സൗകര്യം ഏർപ്പെടുത്താം എന്നുള്ള ഒരു എഗ്രിമെൻ്റ് അടിസ്ഥാനത്തിൽ തുടങ്ങി വെച്ചതാണ്. PC ജോർജിൻ്റെ കാലം കഴിഞ്ഞു. അദ്ദേഹം MLA ആയിരുന്നു. കുറേ 35 ലക്ഷം രൂപ ആ പുലിമുടക്കി ചെലവഴിച്ചു. അടുത്ത MLA വന്നു, അദ്ദേഹം 25 ലക്ഷം ആദ്യം ചെലവഴിച്ചു. പിന്നെ ഇപ്പോൾ ചെലവഴിച്ചുകൊണ്ടിരിക്കുക. എത്ര ലക്ഷം എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അല്ല ഞാൻ പറയട്ടെ നീ. അപ്പം അത് അവിടെ പൂർത്തിയാകുന്നില്ല. അവിടെ അത് പുലിയും പൂർത്തിയായിട്ടില്ല, മടയും പൂർത്തിയായിട്ടില്ല. അപ്പം അത് MLA ആണ്. അത് പൊതുമരാമത്തിൻ്റെ വർക്കാണ്. പഞ്ചായത്തിൽ നമ്മൾ നിരവധി തവണ പൊതുമരാമത്താണ് നിർമ്മാണം ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു എത്രയും പെട്ടെന്ന് അത് പൂർത്തിയാക്കി. ഒരു 16 തവണയിൽ ഞാൻ പൊതുമരാമത്തിന് കത്തയച്ചിട്ടുണ്ട്. അത് പൂർത്തീകരിച്ച് പഞ്ചായത്തിന് അത് കൈമാറി തരണമെന്ന്. പഞ്ചായത്തിന് അതിനകത്ത് ലക്ഷക്കണക്കിന് അവിടെ വരുമാനം ഇപ്പോൾ ഉണ്ടായേനെ. തരാതിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട പിണറായി വിജയൻ സർക്കാർ ഈ നവംബർ 1-ാം തീയതി അതിദാരിദ്ര്യ ഇല്ല ഇവിടെ എന്ന മമ്മൂട്ടിയും മോഹൻലാലിനെയും മുൻനിർത്തി മമ്മൂട്ടി മാത്രം വന്നു. അതുകൊണ്ട് അതിദാരിദ്ര്യം ഇവിടെ ഇല്ല. അതിനകത്ത് ആരും തർക്കിക്കണ്ട. അതിദാരിദ്ര്യം ഇല്ല എന്ന് കോൺഗ്രസിന്റെ മണ്ഡല പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നു. അതിദാരിദ്ര്യം ഇവിടെ ഇല്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതാണ് അതിദാരിദ്ര്യം ഇല്ല കേരളത്തിൽ. അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് ഒരു തുടർ പ്രക്രിയയാണ്. അത് മുഖ്യമന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും പഞ്ചായത്തുകളിൽ ഇനി ലിസ്റ്റിൽ പെടാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവരെ കൂടെ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തും. അവരെ പെടാത്തവരെ ഇതിനകത്ത് അംഗീകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുള്ളൂ. ഈ ഉൾപ്പെടാതെ ആൾ വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി ആ പഞ്ചായത്ത് ഭരിക്കുന്നവരാണ്. ആ പഞ്ചായത്ത് ഭരണസമിതി ഉത്തരവാദി. ഞാൻ സംസാരിച്ചതിന് മറുപടിയായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ചോദിക്കണം.
ഞാൻ സംസാരിച്ചതിന് മറുപടിയായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിച്ചപ്പോൾ മറുപടി തരാം. പിണറായി വിജയനോട് ചോദിക്കും. ഓക്കെ പറയട്ടെ. ആ ശരി അവിടെ ഇരുന്നേ പറയാം. ഞാൻ സംസാരിച്ചതിന് മറുപടിയായിട്ട് ബഹുമാനായ പറയട്ടെ. പഞ്ചായത്ത് പ്രസിഡന്റ് സംസാരിച്ചപ്പോൾ അദ്ദേഹം ബാങ്കിനെ ഒന്ന് പരാമർശിച്ചതായിട്ട് ഞാൻ കേട്ടു. തൻ്റെ ഉണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, ഈ 3.5 വർഷക്കാലമായിട്ട് ഈ കോൺഗ്രസിൻ്റെ ഭരണസമിതിയാണ് ഭരിക്കുന്നത്. ഞാൻ വെല്ലുവിളിക്കുന്നു, എന്തെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ തൻ്റെ ഉണ്ടെങ്കിൽ പോലീസിലോ ഡിപ്പാർട്ട്മെൻറ്റിലോ പരാതി കൊടുക്കുക. അത് നേരെ തിരിച്ച് നിങ്ങൾ കയറിയതിന് ശേഷമുള്ള ക്രമക്കേടുകളെക്കുറിച്ചും ഇതിനെക്കുറിച്ചും പരാതി കൊടുക്കാൻ എന്നെ വെല്ലുവിളിക്കാൻ നിങ്ങൾക്ക് തൻ്റെ ഉണ്ട് വെല്ലുവിളിച്ചോ ഞാൻ രേഖാമൂലം എഴുതി കൊടുക്കും. ഓക്കെ. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. Introducing South India's largest sanitary ware showroom, now in Pala. Welcome to Cochin Saniwares, where luxury meets innovation. Here, every leading sanitary ware brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home, with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look before you decide. കൈകളുടെ അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ്. സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഒക്ടോബർ 17 മുതൽ 24 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ വരൂ. മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. മുരിക്കൻസ് ഗ്രൂപ്പിന്റെ MG ആൻഡ് ഫ്ലൈലൈൻ പ്രൊഡക്റ്റുകളിലേക്ക് ഏവർക്കും സ്വാഗതം. മോഹന വാഗ്ദാനങ്ങളിൽ ആകൃഷ്ടരാകാതെ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരവും വിൽപ്പനാനന്തര സേവനവും ഈ കാലഘട്ടത്തിൽ ഒരു ഉപഭോക്താവ് കരുതലോടുകൂടി ഉറപ്പുവരുത്തേണ്ടതാണ്. വിവിധതര ഉൽപ്പന്നങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരത്തിൽ 30 വർഷത്തിന് മേൽ പ്രവർത്തന പാരമ്പര്യമുള്ള മുരിക്കൻസ് ഗ്രൂപ്പിന്റെ MG ആൻഡ് ഫ്ലൈലൈൻ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഈ ഫീൽഡിലെ എക്സ്പേർട്സിൽ നിന്ന് തന്നെ നിങ്ങൾ സ്വന്തമാക്കൂ.
ഓൺ ഗ്രിഡ് അല്ലെങ്കിൽ ഓഫ് ഗ്രിഡ് സോളാർ പവർ പ്ലാന്റുകൾ, രാത്രി കാലങ്ങളിൽ വീടിന്റെ പരിസരവും ഗാർഡനുകളും അതിമനോഹരമാക്കുവാനുള്ള സോളാർ ഗാർഡൻ ലൈറ്റുകൾ, ബാറ്ററിലെസ് സോളാർ പവർ പ്ലാന്റുകൾ, ഹൈ വോൾട്ടേജ് ആൻഡ് ലോ വോൾട്ടേജിൽ നിന്ന് നമ്മുടെ ഗൃഹോപകരണങ്ങളെ സംരക്ഷിക്കുന്ന ഇലക്ട്രിക് പ്രൊട്ടക്ടറുകൾ, MG ബ്രാൻഡഡ് സോളാർ വാട്ടർ ഹീറ്ററുകൾ, കോൺസ്റ്റന്റ് വോൾട്ടേജ് ഔട്ട്പുട്ട് നൽകുന്ന MG സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസറുകൾ, ഭക്ഷണപാനീയങ്ങളും മറ്റും കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനുള്ള ഡീപ് ഫ്രീസറുകൾ, ഹോസ്പിറ്റൽ മോർച്ചറി ചേംബറുകൾ, മൊബൈൽ മോർച്ചറികൾ എന്നിവ ഞങ്ങളുടെ വിശാലമായ ശ്രേണിയിൽപ്പെടുന്നു. മുരിക്കൻസ് ഗ്രൂപ്പിന്റെ ഈ പ്രൊഡക്റ്റുകളെക്കുറിച്ച് അറിയുന്നതിനായി സന്ദർശിക്കൂ murikans.com അല്ലെങ്കിൽ solarkerala.com. നമുക്ക് പഞ്ചായത്തിന്റെ കാര്യങ്ങളിലേക്ക് പോവാം. പഞ്ചായത്തിന്റെ പഞ്ചായത്തിന്റെ കാര്യങ്ങളിലേക്ക് വന്നേ. വെല്ലുവിളിയൊന്നും വേണ്ട. ഓക്കെ, ഇതൊക്കെ ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. നിങ്ങൾ തരാം. പ്ലീസ് അവിടെ ഒരു ചോദ്യമുണ്ട്. ചോദ്യം അതെ എനിക്ക് തോന്നുന്നു പഞ്ചായത്ത്, അത് ബാങ്ക്, ഇത് പഞ്ചായത്തിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. പഞ്ചായത്ത്. ഓക്കെ ക്വസ്റ്റ്യൻ ചോദ്യം. ഓക്കെ ചോദ്യം. ഓക്കെ, ആരോടാണ്? പഞ്ചായത്ത് പ്രസിഡന്റോട്. ഓക്കെ മൈക്ക് തരാം. അടുത്ത മൈക്ക് ഏട്ടൻ തരും. അവിടെ ഇരുന്നോ. ഇരിക്കും പ്ലീസ്. ആദ്യമായി ടൂറിസത്തിന്റെ കാര്യം പറഞ്ഞു. തീക്കോയി പഞ്ചായത്തിലെ ഏറ്റവും പ്രാമുഖ്യമുള്ള മാറുമല വാട്ടർഫാൾസ്, അതുപോലെ തന്നെ വാഗമൺ ടൂറിസം. ഈ മാറുമല വാട്ടർഫാൾസിലേക്ക് സത്യം പറഞ്ഞാൽ ഇത്രയും കാലം മാറി ഭരിച്ച മുന്നണികൾ, അവിടെ ഒരു ആൾക്കാർ ടൂറിസത്തിന് പോയി കഴിഞ്ഞാൽ വീഴാതെ നടക്കാൻ പറ്റത്തില്ല. അതുപോലെ ഒരു തൊഴിലുറപ്പുകാരെ കൊണ്ട് 4 കല്ല് പെറുക്കി വെച്ചായിരുന്നെങ്കിൽ അന്തസ്സായിട്ട് ആ അരുവി കാണാൻ പോകാമായിരുന്നു. അവിടെ ഗേറ്റും വെച്ച്, അവിടെ പാസും വെച്ച്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അടുത്ത കാലത്ത് ഒരു ടേക്ക് ദി ബ്രേക്കിൻ്റെ 2 ഇത് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇത്രയും കാലമായിട്ട് അവിടെ ആ വികസനത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ 25 ലക്ഷം രൂപ അപകടമുണ്ടായപ്പോൾ അനുവദിച്ച് അത് ലാപ്സാക്കി കളഞ്ഞു. അതിന്റെ കാരണങ്ങൾ വിശദീകരിക്കണം. ഇനിയുണ്ട്. ഒന്ന്, രണ്ടാമത് വാഗമൺ ടൂറിസത്തിന് വേണ്ടി വഴിക്കടവിൽ താഴെ കാരികാട് ടോപ്പില് ടേക്ക് ദി ബ്രേക്കിന് വേണ്ടി സ്ഥലം വളർന്നു. അത് എന്തുകൊണ്ട് അതിന് ഫണ്ട് അനുവദിച്ചെന്ന് കേട്ടു. അതിന്റെ നടപടി എന്തായെന്നും കൂടി ബഹുമാനപ്പെട്ട ഓക്കെ. 2 ക്വസ്റ്റ്യൻസ്. ഒന്ന്, നമ്മുടെ ജില്ലാ പഞ്ചായത്തിന്റെ 25 ലക്ഷം എത്രയായിരുന്നു? 25 ലക്ഷം അത് ലാപ്സ് ആയിട്ടുണ്ടോ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഓക്കെ, ഞാനിവിടെ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ 4 കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ നിർത്താൻ പറഞ്ഞു. എനിക്ക് പറയാം. സമയം തരും. ആ ചോദ്യത്തിന് മറുപടി. വികസനം പറയാൻ സമയം തരും. ആ ചോദ്യത്തിന് മറുപടി. ആ മാറമല അരുവിയുടെ ലാപ്സ് ആയി പോയിട്ടുണ്ടോ? മാറമല അരുവിയിൽ 100 ഏതാണ്ട് 10-20 ആളുകൾ അവിടെ മരിച്ചിട്ടുണ്ട്. ആ ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച ഫണ്ട് പറയാം. അതിലേക്കാ വരുന്നത്. അപകടം ഉണ്ടായിട്ടുണ്ട്. അപകടം അല്ല പറയുന്നത് കേട്ടെ. ടോമയൊന്ന് ഇല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. അപകട മരണം ഉണ്ടായി, നിരന്തരമായ അപകടങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവിടെ സുരക്ഷാ ക്രമീകരണങ്ങൾ പഞ്ചായത്ത് ഏർപ്പെടുത്തി. അവിടെ 3 സെക്യൂരിറ്റി, ഒരു ക്ലീനിങ് സ്റ്റാഫ് ഉൾപ്പെടെ 4 ആളുകൾക്ക് അവിടെ ജോലി കൊടുത്തു. ആ നാട്ടുകാരായ 4 പേർക്കാണ് ജോലി കൊടുത്തത്. അതോടൊപ്പം തന്നെ അവിടെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഏർപ്പെടുത്തി. അവിടെ വരുന്നവർക്ക് പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കാൻ ബയോ ടോയ്ലറ്റ് ഞാൻ പറഞ്ഞു പറയട്ടെ. പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി. ബയോ ടോയ്ലറ്റ് സ്ഥാപിച്ചു. അങ്ങോട്ട് ഇറങ്ങാൻ ഹാൻഡ് നിർമ്മിച്ചു. അതോടൊപ്പം തന്നെ അവിടെ പറയുന്നത് കേട്ടോ. നിങ്ങൾ പറയുന്നത് ആ ചോദ്യത്തിന് ഉത്തരം അതിലേക്കാ വരുന്നത്. ഷോൺ ജോർജിന്റെ ഫണ്ട് എവിടെയെന്നല്ലേ നിങ്ങൾ ചോദിക്കുന്നത്? അതിലേക്കാണ് വരുന്നത്. അതോടൊപ്പം തന്നെ അവിടെ ടോയ്ലറ്റ് വന്നപ്പോൾ വെള്ളം വേണമല്ലോ. കുഴക്കിണർ കുത്തി മോട്ടോർ വെച്ച് മുഴുവൻ സംവിധാനങ്ങളും അവിടെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എല്ലാ സൗകര്യങ്ങളും അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പഞ്ചായത്തിന് അതിനകത്ത് 1 രൂപ മുടക്കില്ല. വരുന്ന ടൂറിസ്റ്റുകളിൽ നിന്ന് കിട്ടുന്ന ഫീസിൽ നിന്ന് കിട്ടുന്ന ഫണ്ട് കൊണ്ടാണ് അത് ചെയ്യുന്നത്. അല്ല പഞ്ചായത്തിന്റെ നികുതി പണം എടുത്തല്ല. ഷോൺ അനുവദിച്ച ഫണ്ട് അവിടെ പോയെന്നാണ് ചോദ്യം. ഷോൺ അനുവദിച്ച ഫണ്ട് കടലാസിൽ വന്നിട്ടില്ല. അത് കടലാസിൽ. ഷോൺ ജോർജ് അനുവദിച്ച ഫണ്ട് എനിക്കറിയത്തില്ല. അത് ആകാശത്താണോ ഭൂമിയിലാണോ എന്ന് ചോദിച്ചാൽ, ഭൂമിയിലാണോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അദ്ദേഹം 2 തവണ
ഓക്കെ 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 ഒരു മിനിറ്റ്. അത് BJP പ്രതിനിധി ആ 25 ലക്ഷത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഷോൺ ജോർജിന്റെ ഫണ്ട് കിട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത്, നൽകിയിട്ടുണ്ടെന്നാണ് BJP പറയുന്നത്. ഓക്കെ അനുവദിച്ചു. ഓക്കെ 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 ആ ഓക്കെ 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 അവിടെ ഒന്ന് പറയട്ടെ. BJP പ്രതിനിധി ഒന്ന് പറഞ്ഞിട്ട് ഓക്കെ BJP പ്രതിനിധി ഒന്ന് പറഞ്ഞിട്ട് പ്ലീസ് പറഞ്ഞോ. ബഹുമാനപ്പെട്ട രമണചേട്ടൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറഞ്ഞേക്കാം. ഷോൺ ജോർജ് കഴിഞ്ഞ 5 വർഷമായിട്ട് ഇരിക്കുകയാണ്. ഷോൺ ജോർജ് പൈസ അനുവദിക്കുന്നുണ്ട്. പക്ഷേ അത് ഗണപതിയുടെ കല്യാണം പോലെയാ, നാളെ നീണ്ടു പോകുന്നതാണ്. ഇന്ന് വരെ തീക്കോയി ഗ്രാമപഞ്ചായത്തിലേക്ക് അഡ്വക്കേറ്റ് ഷോൺ ജോർജിന്റെ 1 രൂപ പോലും വാക്കാലല്ലാതെ എടുത്തു പറയാൻ ഷോൺ അറിയത്തില്ല. ഓക്കെ 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 അവിടെ ഒരു മറുപടി എടുത്തു പറയാൻ ഷോണിന് അറിയത്തില്ലേ? അവിടെ പറയട്ടെ ഒരു ഫണ്ടും അനുവദിച്ചിട്ടില്ല. ഫണ്ട് അനുവദിച്ചത് മാത്രം പ്രഖ്യാപനങ്ങൾ മാത്രമേ ഉള്ളൂ. പ്രഖ്യാപനവും അവിടെ സംസാരിക്കട്ടെ പ്ലീസ് സംസാരിക്കട്ടെ. പറയൂ. ഓക്കെ ഇല്ല അവിടെ നിൽക്ക്. അവിടെ മറുപടി പറയട്ടെ. ഒന്ന് നിർത്തിക്കേ. പ്ലീസ് ഇവിടെ എന്താ സംസാരിക്കാം. കുറച്ച് കുടിവെള്ളത്തിന്റെ കാര്യം ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് കുറ്റിലപ്പാറ ജലവൈദ്യുത പദ്ധതി എന്ന് പറഞ്ഞൊരു പദ്ധതി വാഗമണ്ണി തുടങ്ങിയായിരുന്നു. സമീപത്തുള്ള തലനാട് പഞ്ചായത്ത്, പൂഞ്ഞാർ തെക്കേക്കര, പൂഞ്ഞാറ് എല്ലാ പഞ്ചായത്തിലും അതിന്റെ ഉപഭോക്താക്കളാണ് സാധാരണക്കാർ. ഈ തീക്കോയി പഞ്ചായത്തിൽ മാത്രം അന്ന് അത് എന്തുകൊണ്ട് വന്നില്ല? നമുക്കായിരുന്നു അത് ഏറെ പ്രയോജനകരം. അന്ന് സാറായിരുന്നു അതിന്റെ തീക്കോയി പഞ്ചായത്ത് അന്ന് ഭരിച്ചിരുന്നത്. അതിന് നമ്മുടെ വീതം കൊടുക്കാൻ കാശില്ല എന്നാണ് സാർ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറിയത് കൊണ്ടാണ് നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങൾക്ക് അതിന്റെ മറുപടി അതും പറയാം, കൃത്യമായിട്ട് പറയാൻ എനിക്കുള്ള അവസരം പെട്ടെന്ന് പറഞ്ഞോ. കൂറ്റിലപ്പാറ പദ്ധതി വളരെ ദീർഘവർഷത്തോടുകൂടി പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിന്റെ പദ്ധതിയാണ്. തീക്കോയി പഞ്ചായത്തിന്റെ പദ്ധതിയല്ല അത്. തീക്കോയി പഞ്ചായത്തിന്റെ പദ്ധതിയല്ല. പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് നമ്മുടെ നാട് നോക്കി അവിടുന്ന് പൈപ്പ് ലൈൻ ഇട്ട് പൂഞ്ഞാർ തെക്കേക്കരയിലേക്ക് വെള്ളം കൊണ്ടുവരാൻ പൂഞ്ഞാർ പഞ്ചായത്തിൽ കൂടെ കൊണ്ടുവന്ന പദ്ധതിയാണ്. ആ പദ്ധതി പ്രായോഗികമായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അത് ആർക്കൊക്കെ ഗുണം ലഭിക്കുമായിരുന്നു? അത് പരാജയമായിരുന്നു. കാരണം ഏതാണ്ട് 25 കിലോമീറ്ററോളം 25 കിലോമീറ്ററോളം മലമേൽ എന്ന് പറഞ്ഞ നിങ്ങളെയൊക്കെ വാടിക്കൂടിയാ വന്നത്. മലമേൽ എന്ന് പറഞ്ഞ സ്ഥലത്തുകൂടെ ഈ പൈപ്പ് ലൈൻ ഇട്ട് വരുന്നത്. നമുക്കറിയാം, നമ്മൾ ഇത്രയും 25 കിലോമീറ്റർ ഒരു പൈപ്പിലൂടെ HD പൈപ്പായിട്ടിരിക്കുന്നത്. അതിനകത്ത് മരം വെട്ടുന്നവരുണ്ട്, മരം വെട്ടി മാറുന്നവരുണ്ട്, തീയിടുന്നവരുണ്ട്. ഇത് എല്ലാ വർഷവും പൈപ്പ് കേടായി പോവുക, വെള്ളം എത്തുന്നില്ല. കൂറ്റിലപ്പാറ പദ്ധതി എന്ന ഒരു പേര് മാത്രമേ ഉള്ളൂ, പദ്ധതിയില്ല, വെള്ളമില്ല. അതാണ് സംഭവം. പ്രസിഡന്റിനോട് ചോദിക്കാനുള്ളത്, അതായത് ഈ തുടക്കം പറയുകയുണ്ടായി സമ്പൂർണ്ണമായിട്ട് ഇവിടെ വൈദ്യുതിയുടെ നമ്മുടെ സ്ട്രീറ്റ് ലൈനിലെ വലിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വാർഡിൽ ഈ കഴിഞ്ഞ ഫണ്ട് തരുകയും നമ്മൾ ചെയ്യുകയും ചെയ്തു, ലൈൻ വലിക്കുകയും ചെയ്തു. ആ വലിച്ച് അത് ബൾബ് ഇടാൻ വേണ്ടി പറ്റിയിട്ടുണ്ടോ? ഒരു 4-5 ദിവസം ഞാൻ ഈ അടുപ്പിച്ച് വിളിച്ചിട്ടും അല്ല കേട്ടെ, വാർഡ് മെമ്പർ ചോദിക്കാതെ പ്രസിഡന്റ് ചോദിക്കുന്നുണ്ട് ഈ കാര്യങ്ങളെ പറ്റി. പ്രസിഡന്റ് എന്ന് വരും? അവരിട്ടിട്ട് പോയി. അവർ അടുത്ത പഞ്ചായത്തിൽ ഉണ്ടാക്കാൻ പോയി. ഇവിടെ ഇപ്പൊ ഇല്ല, ആളില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. പറയട്ടെ അവരെ ഒന്ന് 100 പ്രാവശ്യം വിളിച്ച ഫോൺ അടിക്കുകയല്ല. ഇങ്ങനെയുള്ളവൻ എന്തിനാണ് ഈ കരാർ കൊടുക്കുന്നത്? ഇത്ര നാൾ ഇടാൻ പറ്റില്ല. രണ്ടാമത്തെ കാര്യം, സമ്പൂർണ്ണ മാലിന്യമുക്ത എന്ന് പറഞ്ഞ ഇവിടെ ഇപ്പം പ്രസിഡന്റ് പറയുകയുണ്ടായി. അതിന് ട്രോഫി വാങ്ങിച്ചിട്ടുണ്ട് ഇവിടെ. ആ ട്രോഫി എന്തിനാ അങ്ങോട്ട് കാണിച്ചു തരാം. ആ കാര്യമായിട്ട് തൊട്ട് ഇവിടെ വരെയുള്ള എത്ര സ്ഥലങ്ങളിലുണ്ട്. നിങ്ങൾ മണ്ണിട്ട് കൊണ്ടേ മൂടി. ആ നമ്മുടെ കല്ലത്തിന്റെ മുകളില് വേസ്റ്റ് കിടന്നതിന്റെ മുകളിൽ കൊണ്ട് ലോറിക്ക് മണ്ണിട്ട് നിങ്ങൾ മൂടി. അല്ല പിന്നെ വേറെ കാര്യം, ഇവിടെ ഇത്രയും പേര് നിൽപ്പുണ്ട്. ഇവിടെ ഇത്രയും പേര് ഇവിടെ ഒരു വേറ്റി ഷെഡ് ഇത്രയും നാളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയോ? ഈ വാർഡ് നിങ്ങൾ ഭരിക്കുന്ന വാർഡാ. 2ാം വാർഡ് നിങ്ങളാണ്. ആ വാർഡിലെ മെമ്പറും അതെ, ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റും അതെ, എല്ലാം അതെ. എന്ത് ചെയ്തു? 4ാമത്തെ ഒരു ഒറ്റ ചോദ്യം കൂടെ. ആന്റോ ആന്റണി MP കേട്ടെ, ആന്റോ ആന്റണി MP ഇത്രയും നാളായിട്ട് ഇവിടെ ഇപ്പൊ എത്ര വർഷമായിട്ട് നിൽക്കുക MP ആയിട്ട്? ഇവിടെ തന്ന ഒരു ആംബുലൻസ്, 2 സ്ട്രീറ്റ് ലൈറ്റ്, ഇതല്ലാതെ വേറെ എന്തെങ്കിലും ഇവിടെ തന്നാ? ഇവിടെ ഒരു വാർഡിലേക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പ്രധാനപ്പെട്ട പ്രശ്നം സ്ട്രീറ്റ് ലൈറ്റ് ഇടാനായിട്ട് സാധിച്ചിട്ടില്ല.
അതിലൊക്കെ പറയാൻ ഒത്തിരി പറയാനുണ്ട്. ഓക്കെ, സ്ട്രീറ്റ് ലൈറ്റ് ഇല്ലാത്തതിന് കാരണം അല്ല, പ്രധാനമായിട്ട് പറഞ്ഞ കേസ് സ്ട്രീറ്റ് ലൈറ്റിന്റെ കാര്യം വാർഡ് മെമ്പർ, അത് നമ്മുടെ ഭരണസമിതിയിൽ ഒരു മെമ്പർ പറഞ്ഞതുകൊണ്ട് കൃത്യമായിട്ട് പറഞ്ഞേക്കാം. അതൊരു 12 ലൈറ്റ് ഇടാനുണ്ട്. എന്താ സംഭവം? പറയട്ടെ, മറുപടി തരും. 12 സ്ട്രീറ്റ് ലൈറ്റ് ഇടുന്നെന്ന് പറഞ്ഞാൽ ടെൻഡർ കൊടുക്കും. ടെൻഡർ കൊടുത്തു കഴിഞ്ഞാൽ ഒരു അറ്റം തൊട്ട് വേറെ അറ്റം അങ്ങേയറ്റം വരെ ഇടുന്നു. ഇട്ടിട്ട് വന്നു കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് പുതിയ ലൈനുകൾ, പുതിയ സ്ട്രീറ്റ് ലൈൻ വലിക്കുന്നുണ്ട്. പുതിയ സ്ട്രീറ്റ് ലൈൻ വലിക്കുന്ന ഇപ്പോൾ KSEBയുടെ നയം അനുസരിച്ച് കമ്പി അല്ല വലിക്കുന്നത്, കേബിളാണ് വലിക്കുന്നത്. കേബിൾ വലിച്ചു കഴിഞ്ഞാൽ അത് ഈ കണക്ടർ വഴിയാണ് കൊടുക്കത്തുള്ളൂ. നേരിട്ട് ഈ വയറ് കൊണ്ടുപോയി കമ്പിയിലോട്ട് ചിറ്റത്തില്ല. അപ്പോൾ അത് കണക്ടർ KSEB ആണ് സപ്ലൈ ചെയ്യുന്നത്. നമുക്ക് ബൾബും ബാക്കി അനുബന്ധ സാധനങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇത് 12 സാധനത്തിന് 12 ലൈറ്റിന് കണക്ടർ കിട്ടിയില്ല. ഈ ജോലിക്കാർ വന്നു കണക്ടർ കിട്ടി, ഇല്ലാത്ത പറയല്ലേ. ഞാനിവിടെ അല്ല കേട്ടെ കണക്ടർ കിട്ടി. ഇവിടെ A ഉണ്ടെങ്കിൽ ഇവിടെ എവിടെ ഉണ്ടോ? എയിനെ വിളിച്ച് ഞാൻ ജോർജ് സാറിനെ വിളിച്ച് ഞാൻ ചോദിച്ചു, കണക്ടർ ഉണ്ട്, ഇവിടെ ഇരിപ്പുണ്ട്, നിങ്ങൾ വന്നാമായി തരാമെന്ന് പറഞ്ഞ ഞാൻ അവന്മാരങ്ങളെ വിളിച്ച് പറഞ്ഞു. ബാക്കി ഇവിടെ ഇരിക്കുന്ന പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള എല്ലാ വാർഡിലെയും 13 വാർഡില് 12 വാർഡിലെയും കണക്ടറും കിട്ടി, ലൈറ്റും ഫിറ്റ് ചെയ്തു. ആ വാർഡിന് കിട്ടുന്നില്ല. അപ്പൊ എന്റെ വാർഡ് എന്നോട് വൈരാഗ്യമാണോ? പറയട്ടെ, പ്രസിഡന്റ് പറയട്ടെ, മറുപടി തരാം. പറയാൻ സമയം തരാം. നിർദ്ദേശം കൊടുത്ത് 8ാം വാർഡിലെ മെമ്പറുടെ വാർഡില് ഇടണ്ട എന്ന്. പക്ഷെ ബാക്കി എല്ലാ വാർഡിലും തന്നല്ലേ പ്രസിഡന്റ് പറയുന്നത്? അതുകൊണ്ടാണ് വരാത്തെ. പ്രസിഡന്റ് അതിനകത്തൊരു ചോദ്യം, അതിലൊരു ചോദ്യം പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടുത്തെ ജനങ്ങൾക്ക് വിശ്വാസമാണ്. അതിലൊരു ചോദ്യം. ആ മെമ്പറുടെ കാര്യത്തിൽ കണക്ടർ വന്നാൽ ലൈറ്റ് ഇടും. കണക്ടർ വന്നാൽ ലൈറ്റ് ഇടും. കണക്ടറായി പണിക്കാരെന്ന് പറഞ്ഞാൽ ഈ ജോലികൾ ചെയ്യുന്ന പണിക്കാരെന്ന് അല്ല, ഞാൻ പറയട്ടെ, ഈ ജോലി ചെയ്യുന്ന ഈ പണിക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല പഞ്ചായത്തിലും വർക്ക് ചെയ്യുന്നവരാ. അവര് ഇവിടുത്തെ പണി തീർത്തു പോയി മറ്റൊരു പഞ്ചായത്തിൽ പണി തുടങ്ങി. അപ്പൊ അവര് 2 ദിവസത്തിനുള്ളിൽ പണി തീർത്ത് ഇവിടെ വന്ന് ഈ മെമ്പറുടെ വാർഡിലെ ചെയ്തു കൊടുക്കും. മറ്റൊരു പ്രശ്നം വേസ്റ്റ് ആണ്. ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ആ വർക്ക് ചെയ്യാൻ വന്ന കരാറുകാരനോട് വ്യക്തമായിട്ടും പറഞ്ഞു 8ാം വാർഡിലെ മെമ്പറുടെ വാർഡിൽ ചെയ്യണ്ട. തെളിവുകളുണ്ടോ? തെളിവുണ്ട്. ഞാൻ വിളിച്ചു, ഞാൻ കരാറുകാരനെ വാക്കാലുള്ള രേഖാമൂലമുള്ള തെളിവുണ്ടോ? അങ്ങനെ ആരോപണങ്ങൾ. അത് ആരോപണമാണ്. പ്ലസ് അതിന്റെ ചോദ്യത്തിന് മറുപടി. രണ്ടാമത്തെ വേസ്റ്റ് മാനേജ്മെന്റ്. ഇവിടെ ട്രോഫി വാങ്ങിച്ച് പഞ്ചായത്ത് വെച്ചിട്ടുണ്ട്. സമ്പൂർണ്ണ മാലിന്യമുക്തമാണ്. ഇവിടെ ഒരു മാലിന്യങ്ങളും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് ട്രോഫി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. വെച്ചിട്ടുണ്ടോ ഇല്ലയോ? സമ്പൂർണ്ണ മാലിന്യമുക്തം എന്ന് പ്രഖ്യാപിച്ചത് ഇടതുപക്ഷ ഗവൺമെന്റ് ആണ്. തീക്കോയ് പഞ്ചായത്ത് ഭരിക്കുന്ന ആരാ? മന്ത്രി നിങ്ങൾ കൊടുക്കില്ലായിരുന്നു. ഇവിടെ സമ്പൂർണ്ണ മാലിന്യം മുഖ്യമന്ത്രിയാണ് സമ്പൂർണ്ണ മാലിന്യം ഇവിടെ പറയണായിരുന്നു. പഞ്ചായത്തിന്റെ ഭരണകൂടം പിണറായി വന്ന് നടത്തേണ്ടി വരും. ആ വേസ്റ്റിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും ക്രിയാത്മകമായിട്ട്? ഇവിടെ സമ്പൂർണ്ണ ദാരിദ്ര്യമാക്കി, സമ്പൂർണ്ണ മാലിന്യമുക്തമാക്കി, സമ്പൂർണ്ണ പാർപ്പിടമാക്കി, സമ്പൂർണ്ണ കുടിവെള്ളമാക്കി, ഇതെല്ലാം സമ്പൂർണ്ണമാക്കിയത് ആരാ? ഞങ്ങളല്ല. പിണറായി സർക്കാരുമാണ് എല്ലാം സമ്പൂർണ്ണമാക്കിയത്.
അവിടെ നിങ്ങൾ തമ്മിൽ സംസാരിക്കാതെ നിങ്ങളോട് ചോദിക്കുന്ന മറുപടി. ഓക്കെ കേരളത്തിലെ 999 പഞ്ചായത്തുകളിൽ കേരളത്തിലെ 998 പഞ്ചായത്തും മാലിന്യമുക്തമാണെങ്കിൽ തീക്കോയി പഞ്ചായത്ത് മാത്രം മാലിന്യമല്ലാത്ത കാരണം. CBM മെമ്പർ എന്റെ കൂടെ വാ, മാലിന്യം കാണിക്കുന്നത് ഞാൻ കാണിച്ചു തരാം. എന്റെ കൂടെ വാ. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളും ഒരു ചോദ്യത്തിലേക്ക് എന്റെ കൂടെ വാ. ചോദ്യം അടുത്ത പഞ്ചായത്ത് വരാം. ഓക്കെ ചോദ്യം. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother soothes, Mother cares, Mother protects, Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care, God cures. Introducing South India's largest sanitary ware showroom, now in Pala. Welcome to Cochin Saniwares, where luxury meets innovation. Here, every leading sanitary ware brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home, with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look before you decide. കൈകളുടെ അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ്. സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഒക്ടോബർ 17 മുതൽ 24 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ വരൂ. മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. മുരിക്കൻസ് ഗ്രൂപ്പിന്റെ MG ആൻഡ് ഫ്ലൈലൈൻ പ്രൊഡക്റ്റുകളിലേക്ക് ഏവർക്കും സ്വാഗതം. മോഹന വാഗ്ദാനങ്ങളിൽ ആകൃഷ്ടരാകാതെ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരവും വിൽപ്പനാനന്തര സേവനവും ഈ കാലഘട്ടത്തിൽ ഒരു ഉപഭോക്താവ് കരുതലോടുകൂടി ഉറപ്പുവരുത്തേണ്ടതാണ്. വിവിധതര ഉൽപ്പന്നങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരത്തിൽ 30 വർഷത്തിന് മേൽ പ്രവർത്തന പാരമ്പര്യമുള്ള മുരിക്കൻസ് ഗ്രൂപ്പിന്റെ MG ആൻഡ് ഫ്ലൈലൈൻ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഈ ഫീൽഡിലെ എക്സ്പേർട്സിൽ നിന്ന് തന്നെ നിങ്ങൾ സ്വന്തമാക്കും. ഓൺ ഗ്രിഡ് അല്ലെങ്കിൽ ഓഫ് ഗ്രിഡ് സോളാർ പവർ പ്ലാന്റുകൾ, രാത്രി കാലങ്ങളിൽ വീടിന്റെ പരിസരവും ഗാർഡനുകളും അതിമനോഹരമാക്കുവാനുള്ള സോളാർ ഗാർഡൻ ലൈറ്റുകൾ, ബാറ്ററിലെസ് സോളാർ പവർ പ്ലാന്റുകൾ, ഹൈ വോൾട്ടേജ് ആൻഡ് ലോ വോൾട്ടേജിൽ നിന്ന് നമ്മുടെ ഗൃഹോപകരണങ്ങളെ സംരക്ഷിക്കുന്ന ഇലക്ട്രിക് പ്രൊട്ടക്ടറുകൾ, MG ബ്രാൻഡഡ് സോളാർ വാട്ടർ ഹീറ്ററുകൾ,
കോൺസ്റ്റന്റ് വോൾട്ടേജ് ഔട്ട്പുട്ട് നൽകുന്ന MG സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസറുകൾ, ഭക്ഷണപാനീയങ്ങളും മറ്റും കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനുള്ള ഡീപ് ഫ്രീസറുകൾ, ഹോസ്പിറ്റൽ മോർച്ചറി ചേംബറുകൾ, മൊബൈൽ മോർച്ചറികൾ എന്നിവ ഞങ്ങളുടെ വിശാലമായ ശ്രേണിയിൽപ്പെടുന്നു. മുരിക്കൻസ് ഗ്രൂപ്പിന്റെ ഈ പ്രൊഡക്റ്റുകളെക്കുറിച്ച് അറിയുന്നതിനായി സന്ദർശിക്കൂ murikans.com അല്ലെങ്കിൽ solarkerala.com. ചോദ്യം ഇതെല്ലാം പത്രത്തിലെ ഫ്രണ്ട് പേജിലുള്ളൂ. ചോദ്യം എല്ലാം പത്രത്തിലെ ഫ്രണ്ട് പേജിലുള്ള പരിപാടിയേ ഉള്ളൂ. അതുകൊണ്ട് ഒരു മിനിറ്റ്, പ്രതിനിധിയോട് ഒരു വെയിറ്റിംഗ് ഷെഡ് ആന്റോ ആന്റണി MP ഉണ്ടായിട്ടും ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കാനായിട്ട് സാധിച്ചിട്ടില്ലെന്നാണ് അവിടെ പറയുന്നത്. വെയിറ്റിംഗ് ഷെഡിന്റെ കാര്യം അതും കൂടെ പറഞ്ഞേക്കാം. ഞാൻ എനിക്ക് വലിയ ആഗ്രഹമാണ് ഇവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് നിർമ്മിക്കണം. വലിയ ആഗ്രഹമാണ്. വെയിറ്റിംഗ് ഷെഡിന് വേണ്ടി ഞാൻ പറഞ്ഞോട്ടെ സിബി, വെയിറ്റിംഗ് ഷെഡിന് വേണ്ടി നമ്മുടെ MP ഫണ്ട് അനുവദിച്ച് ഇതൊന്ന് നിർമ്മിക്കാൻ റോഡിൽ നിർമ്മിച്ചു വെക്കാൻ പറ്റുമോ? അടുത്ത ചോദ്യം ആ ഒരു ചോദ്യം ചോദിച്ചോ. അദ്ദേഹം ചോദിക്കട്ടെ, പയ്യൻ ചോദിക്കട്ടെ. ഇവിടെ വലിയ വാഗമൺ റോഡ് നിർമ്മിച്ചു, വലിയ ഹൈവേ വീതി കൂട്ടി എന്നൊക്കെ പ്രഖ്യാപിക്കുന്നവരുണ്ടല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകും. അടുത്ത ചോദ്യം എന്തുകൊണ്ട് വെയിറ്റിംഗ് ഷെഡ് ഉണ്ടാകട്ടെ? അടുത്ത ചോദ്യം ചോദിച്ചോ. ചോദ്യം ആരോടാണ്? ചോദിക്കാം. താങ്കളോടാണ് ചോദ്യം. ഓക്കെ, ഇവിടെ വാഗമൺ റോഡിന് 100 കോടി 20 100 കോടി വാഗമൺ റോഡിന് 100 കോടി 20 കോടി 50 കോടിയൊക്കെ അനുവദിച്ചു. വലിയ വികസനം നടന്നു എന്നൊക്കെ അവകാശപ്പെടുന്നവരുണ്ടല്ലോ. നിങ്ങൾ ഈരാറ്റുപേട്ടയിൽ കാഞ്ഞിരപ്പള്ളിക്ക് നോക്ക്. അടുത്ത റോഡിന് വീതി കൂട്ടാതെ വെയിറ്റ് ഷെഡ് ഉണ്ടാക്കാൻ പറ്റുമോ? കോൺഗ്രസിന്റെ ചോദ്യം. നിങ്ങൾ 2021-25 ഭരണസമിതിയിൽ നിങ്ങൾ ജയിപ്പിച്ചെടുത്ത 2 മെമ്പർമാര് നിലവിൽ നാട് വിട്ടുപോയി. ഇനി വരാൻ പോകുന്ന ആൾക്കാരും ആ രീതിയിലുള്ള ആൾക്കാരെയാണോ നിങ്ങൾ നിർത്താൻ പോകുന്നതെന്ന് അറിഞ്ഞാൽ അക്കാര്യത്തെ പറ്റി പ്രസിഡന്റ് വളരെ വ്യക്തമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. പിന്നെ കോൺഗ്രസ് വക്താവ് എന്നുള്ള നിലയിൽ ഞാൻ ഒരു കാര്യം പറയാം. ചോദിച്ച ചോദ്യത്തിന് മറുപടി ഞാൻ പറയാം. ഈ കാണുന്ന വെളിച്ചം അത് ആന്റോ ആന്റണി തന്നതാ. തൊട്ട് താഴെ കാണുന്ന ലൈബ്രറി, നിങ്ങളെല്ലാം അവിടെ വന്നിരുന്ന പുസ്തകം വായിക്കുന്നതാണല്ലോ. എങ്ങനെയാ അത് കടന്നിരുന്നത്? ഇപ്പൊ എങ്ങനെയാ? അതാ ബഹുമാനപ്പെട്ട ആന്റോ ആന്റണി പറഞ്ഞ പണ്ട് തന്നെയാ. മാർമലയരുവി റോഡ്, അങ്ങനെ നിരവധിയായ കാര്യങ്ങൾ ആന്റോ ആന്റണി ചോദ്യം ഇതാണ്. 2 സ്ഥാനാർത്ഥികൾക്ക് പകരം നിർത്തുന്നവർ അല്ലെങ്കിൽ അടുത്ത നിർത്തുന്ന ആൾക്കാര് ഇത് നിൽക്കട്ടെ അവിടെ. അങ്ങനെ അത് പാർട്ടിയുടെ തീരുമാനം എങ്ങനെയായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. പാർട്ടിയുടെ തീരുമാനം എന്തായിരിക്കും? ഓക്കെ, കോൺഗ്രസിന്റെ പ്രതിനിധിയോട് ചോദിക്കാം. മറുപടി പറഞ്ഞോ. പാർട്ടിയുടെ തീരുമാനമാണോ? ചോദ്യം വ്യക്തമായില്ല. കോൺഗ്രസിന്റെ പ്രതിനിധിയോട് ചോദിക്കാം. ഈ ലൈബ്രറി ആന്റണി ഫണ്ട് അനുവദിച്ചു. നിങ്ങൾ നാട്ടിലെ ജനങ്ങൾക്ക് ആ ലൈബ്രറിയും കൊണ്ട് എന്ത് പ്രയോജനമുണ്ട്? ഒരു 2 വർഷത്തിന് മുമ്പ് ചീട്ടുകളി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങളുടെ ലൈബ്രറിയിൽ ഒരു ചീട്ടുകളി നടക്കുന്നില്ല. അത് അങ്ങനെ പറഞ്ഞാല് ഈ ബഹുമാനപ്പെട്ട വിനോദ് തന്നെ അത് നിർത്താൻ ഉള്ള കാര്യം ചെയ്യേണ്ട ആളാണ്. പോലീസും കാര്യങ്ങളും എല്ലാം അതുകൊണ്ട് അതൊന്നും പറയരുത്. പിന്നെ CPM-ന്റെ മെമ്പർ അവിടുത്തെ മെമ്പറാ, അതറിയോ? അതുകൊണ്ട് അവിടെ ചീട്ടുകളി നടത്തുന്നതൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്തിനാ ഈ സ്വയം അവകാശിരാകുന്നില്ല പറയരുത് കേട്ടോ. സ്വയം നിങ്ങൾ അവകാശിരാകരുത്. സിബി മെമ്പർ ഉൾപ്പെടെയുള്ളവർ അവിടുത്തെ കമ്മിറ്റി അറിയോ? അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇവിടെ ചീട്ടുകളി നടക്കുന്നുണ്ടെങ്കിൽ മണ്ഡലം പ്രസിഡന്റിനോട് ചോദിക്കാനുള്ള ചോദ്യം ഇത്രേ ഉള്ളൂ. നിങ്ങളുടെ കഴിഞ്ഞ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന
സിറില്, അതുപോലെ തന്നെ കവിത രാജു, ഈ രണ്ടുപേരും അതിന് മറുപടി ഞാൻ പറയാം. വിദേശത്തോട് പോകുന്ന അതിന് വ്യക്തമായ ഇപ്പം ഈ ഇന്ന് നിങ്ങളുടെ അതിന് വ്യക്തമായ മറുപടി പഞ്ചായത്ത് പ്രസിഡന്റ് പറയും. ഇന്ന് നിങ്ങളുടെ ആകപ്പാടെ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച മൂന്നാം വാർഡ് UDF ആയിട്ടുള്ള ജസ്റ്റ് ചേച്ചിയുടെ പേരാ. ആ ചേച്ചി വിദേശത്തോട്ട് പോവോ ഇല്ലയോ എന്ന് പറഞ്ഞാൽ മതി. അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങൾ, അതൊക്കെ വേണ്ട. തരണേ ആ പയ്യന്റെ മൈക്ക് കൊടുത്തേ. ആ പയ്യന്റെ പ്ലീസ് അല്ലേ പറയാം. തരണേ പ്ലീസ് പറഞ്ഞു. ഒരു സെക്കൻഡ് കൊടുത്തേ. ഒരു സമയം. ചോദ്യത്തിന് ഉത്തരം. ഒരു മിനിറ്റ് അല്ല നിങ്ങൾ ഇതിനകത്ത് പേര് പറഞ്ഞു, അതുകൊണ്ടാ അദ്ദേഹം മറുപടി പറയുന്നത്. അപ്പൊ അത് പറയാനുള്ള അർഹതയില്ല. പ്ലീസ് ചേച്ചിയുടെ പേര് പറഞ്ഞില്ലേ, അപ്പൊ ആ ചേച്ചി മറുപടി പറയട്ടെ. അതുകൊണ്ട് ഒരു വാക്ക് പറയാൻ ആദ്യം അനുവദിക്കുക. പ്ലീസ് മെമ്പറായിട്ട് നിൽക്കുന്നതിന് മുമ്പ് ഒരു വാക്ക് പറയാൻ സമ്മതിക്കാതെ പിന്നെ എങ്ങനെ നിൽക്കും? പറഞ്ഞോ മറുപടി. എന്നോട് ചോദിച്ചോട്ടെ, ഈ പറയുന്ന കൺവീനറോ പ്രസിഡന്റോ അവരല്ല എൻ്റെ വീട്ടിലത്തെ കാര്യം തീരുമാനിക്കുന്നത്. അവര് പറഞ്ഞാലല്ല ഞാൻ പോകുന്നേ. ഞാൻ പോകുകയായിട്ടാണല്ലോ ഞാൻ 5 വർഷത്തേക്ക് നിൽക്കുന്നേ. അത് എന്നോടാണ് ചോദിക്കേണ്ടത്, അല്ലാതെ അവരോടല്ല. പോകത്തില്ല. അതിന്റെ ഉത്തരം അങ്ങനെയുള്ള ഒരാളെ അവിടെ നിർത്തുമെന്നുള്ളതാണ്. പക്ഷേ ഈ സ്ഥാനാർത്ഥിയെ 2 പേര് UDF ആയിട്ട് സ്ഥാനത്തിലാണ് പോയേക്കുന്നത്. അപ്പൊ അതിൽ എന്തുറപ്പായി ജനങ്ങളോട് തരാനുള്ളത്? ഈ ജനങ്ങളുടെ വിഡ്ഢികളാണ് വോട്ട് ചെയ്യുന്നത് ജനങ്ങള്. അവർക്ക് ഒരാവശ്യം മെമ്പറില്ല. എവിടെ പോയി മെമ്പർ തപ്പാൻ വേണ്ടി? അവിടെ UK വേണോ ഒപ്പിടാൻ വേണ്ടി പോണോ? അവിടെ ഒരാൾ മരിച്ചായിരുന്നു, ഒപ്പിടാൻ വേണ്ടി ആളില്ല അവിടെ. എന്നാ ചെയ്യണം? മറുപടി പറ. നിങ്ങൾ ഇങ്ങനെയുള്ള നിർത്തുള്ളൂ. വിദേശത്ത് പോകുന്ന കാര്യം പറയുമ്പോ ഈ 2ാം വാർഡിന്റെ മെമ്പർ മാത്രമല്ല വിദേശത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്, വേറെ ഉണ്ടല്ലോ മെമ്പർമാർ. അയോഗ്യയായ ഒരാളെ ഈ പഞ്ചായത്തില്, അത് 5ാം വാർഡ് മെമ്പർ കവിത രാജുവാ അയോഗ്യയായത്. 2 വർഷമായിട്ട് പോയത്, വേറെ ആരുമല്ല. ഞാൻ ആരുടെ പോയ കാര്യം നടത്താൻ പ്രാപ്തി വേണം. ഞാൻ ആരുടെ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. വിദേശത്ത് പോവുക എന്നുള്ളത് അവരുടെ ഒരാളുടെ അത് സ്വന്തമായിട്ടുള്ള ഒരാളുടെ എന്താണ് ചോദ്യം ചോദിക്കട്ടെ. അറുകലപ്പാലം തടിക്കപ്പറമ്പ് റോഡ് നിലവിലുണ്ടോ? അറുകലപ്പാലം തടിക്കപ്പറമ്പ് റോഡ് നിലവിലുണ്ടോ? ഉണ്ടെങ്കിൽ അത് ഏതാണെന്ന് വ്യക്തമായിട്ടൊന്ന് പറഞ്ഞു തരണം. പഞ്ചായത്ത് അറുകലപ്പാലം തടിക്കപ്പറമ്പ് റോഡ്. ആ റോഡുണ്ടോ? അറുകലപ്പാലം തടിക്കപ്പറമ്പ് റോഡ്. അറുകലപ്പാലം തടിക്കപ്പറമ്പ് റോഡിന്റെ ഒരു 90% റോഡായിട്ട് നിലനിൽക്കുന്നുണ്ട്. മറുപടി പറയാൻ സമ്മതിക്കും. നിങ്ങൾ പറയുന്നത് കേൾക്കട്ടെ. മറുപടി പറയട്ടെ. അല്ല നിങ്ങൾ എന്തിനാ ചോദിച്ചത്? മറുപടി പറയുന്നത് നിങ്ങൾ കേക്ക്. ബാക്കി 10% ഭാഗം എന്ന് പറഞ്ഞാൽ റോഡിന്റെ ഓപ്പണിംഗ്, അതായത് നമ്മുടെ ഹൈവേയിലേക്ക് വന്ന് മുട്ടുന്ന ഭാഗം ഓപ്പൺ ചെയ്തിട്ടില്ല. അത് അവിടുത്തെ നമ്മൾ സ്ഥലം വാങ്ങിച്ച് റോഡുമായിട്ട് കണക്ട് ചെയ്യാനുള്ള നടപടികൾ പഞ്ചായത്ത് സ്വീകരിച്ചു വരിക. നടപടികൾ സ്വീകരിക്കുന്നു ഉണ്ടാവും. ഞാൻ പറയാം, വിദേശത്ത് പോകുന്ന കേസല്ലേ? വിദേശത്ത് പോകുന്ന ആൾക്കാരെ നിർത്തുവോ, പാർട്ടി നിർത്തുവോ ഇല്ലയോ എന്നുള്ള ഒറ്റ ചോദ്യം, ഒറ്റ ഉത്തരം. കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികളൊക്കെ വിദേശത്ത് പോയിട്ടുണ്ടെങ്കിൽ അത് നിയമപ്രകാരം മാത്രമേ പോയിട്ടുള്ളൂ. മറ്റു പാർട്ടിയുടെ ആൾക്കാരും അങ്ങനെ പോയിട്ടുണ്ട്. ആരോടാ? പ്രസിഡന്റിനോട് മാത്രമല്ലോ? ചോദിച്ചോ പ്ലീസ് ചോദിക്കൂ. കേൾക്കാം. ഈ ബാങ്ക് ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടന്നുപോയി. പക്ഷേ കഴിഞ്ഞ ബാങ്ക് ഇലക്ഷൻ മുതൽ ഈ പ്രസിഡന്റിന്റെ പാർട്ടിയാണ് മത്സരിച്ചുകൊണ്ടിരുന്നത്. പഞ്ചായത്തിനെ കുറിച്ച് ചോദിക്കും. ബാങ്കിന്റെ വിഷയം പറയണല്ലോ. പ്രസിഡന്റ് പറഞ്ഞ മറുപടി ഞങ്ങൾക്ക് പറയട്ടെ. ഏതാ പ്രസിഡന്റ് ബാങ്കിനെ കുറിച്ച് പറഞ്ഞില്ല, അതിനെ കുറിച്ച് ഞങ്ങൾക്ക് ചോദിക്കാനുള്ള. പ്രസിഡന്റാണ് പറഞ്ഞത്. LDF പ്രതിനിധി. ചോദിക്കാം. ഈ
പറയൂ. ഈ കോൺഗ്രസ് സംവിധാനമാണ് ഈ തീക്കോയിലെ ബാങ്ക് ഭരിച്ചോണ്ടിരുന്നത്. കഴിഞ്ഞ ഭരണ സമിതിയുടെ കാലത്ത് ഭയങ്കര അഴിമതിയും ക്രമക്കേടും നടന്നെന്ന് പറഞ്ഞതിന്റെ പേര് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാരെയാണ് ചവിട്ടി പുറന്തള്ളിയ ഈ ജെയിംസിന്റെ നേതൃത്വത്തിലുള്ള ആൾക്കാർ. അവരെന്നിട്ട് ഭരണത്തിൽ വന്നു. ഭരണത്തിൽ വന്നിട്ട് ഈ പാവപ്പെട്ട ഈ നാട്ടിലെ ജനങ്ങളെല്ലാം വളരെയധികം പൈസ അവിടെ നിക്ഷേപിച്ചിരുന്നു. ആർക്കെങ്കിലും നേരെ പൈസ കൊടുത്തിട്ടുണ്ടോ? എത്ര ആളുകളാണ് ഇതിനെ അറിഞ്ഞിരിക്കും നടക്കുന്നത്? ഈ ജെയിംസ് സമാധാനം പറയണം. പഞ്ചായത്തിന്റെ കാര്യത്തിലേക്ക് അത് നമ്മൾ പറഞ്ഞു പോയ വേറെ മേഖലയിലേക്ക് പോകും. അതുകൊണ്ട് പഞ്ചായത്തിന്റെ ആളുകൾക്ക് ഈ അനുഭവം ഉള്ളതാണ്. അതിന് സമാധാനം പറയണ്ടേ? ഓക്കെ, അത് നമുക്ക് വേറൊരു ചർച്ച വെക്കുമ്പോൾ പറയാനേ പറ്റത്തുള്ളൂ. ഇപ്പൊ പഞ്ചായത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാം. പറഞ്ഞതിന് മറുപടി ഞാൻ പറഞ്ഞേക്കാം. ഓക്കെ, ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് മറുപടി പറയേണ്ട കാര്യം ബാങ്ക് പ്രസിഡന്റ് ഇവിടെ ഉണ്ട്. ഓക്കെ, ബാങ്ക് പ്രസിഡന്റ് ഉണ്ട്. അദ്ദേഹം മറുപടി പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നു അല്ല, ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഓഡിറ്റ് പലതും ഉണ്ട്. ബാങ്ക് ഓഡിറ്റ് ഉണ്ട്. ഇങ്ങനെ പല ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ട്. ഇതെല്ലാം ചർച്ച വ്യക്തമാണ്. ആരോടാണ് ചോദ്യം? ആരോട് ചോദിച്ചോ. ബഹുമാനപ്പെട്ടവരെ, ബാങ്കിന്റെ ഉത്തരവാദിത്വം പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്ക് തന്നെയാണ്. ഞാൻ പറയുകയാണ്, നമ്മളെ ഇവിടെ ചിലർ പറഞ്ഞു ആർക്കും കാശ് കൊടുക്കുന്നില്ല. 25-30 കോടിയോളം രൂപ ഞങ്ങൾ കയറി കഴിഞ്ഞാൽ പിന്നെ പിരിച്ച് കൊടുക്കാനുള്ളവർക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ പഞ്ചായത്ത് കാര്യങ്ങളെ കുറിച്ച് പഞ്ചായത്തിനെ കുറിച്ച് സംസാരിക്കുക. അങ്ങനെ അറിയേണ്ട ഒരു ബാങ്ക് വന്നാൽ നമുക്ക് വ്യക്തമായി മറുപടി നൽകുന്നതായിരിക്കും. പിന്നെ ബാങ്കിന്റെ ക്രമക്കേടയെ കുറിച്ച് അന്വേഷിക്കുമെന്നൊരു നമ്മുടെ മുൻ അത് ആൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ്. എന്തെങ്കിലും നമ്മുടെ ഭരണസമിതിക്ക് ഉണ്ടെങ്കിൽ അത് ഉടൻ തന്നെ അതിന് അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന്. ഇനി ആർക്കാണ് ചോദ്യം ആർക്കാണ് ചോദിക്കാനുള്ളത്? ആർക്കാണ് ചോദിക്കാനുള്ളത്? ഓക്കെ, എന്താണ് ബാങ്കിനെ കുറിച്ച് ഒരക്ഷരം വേണ്ടി പോരുത് കേട്ടോ. ബാങ്കിനെ കുറിച്ച് പറയില്ല. ഓക്കെ, ബാങ്കിനെ കുറിച്ച് പറയില്ല പ്ലീസ്. ബാങ്കിനെ കുറിച്ച് പറയില്ല പ്ലീസ്. ഇനി ചോദിക്കാനുണ്ടോ? ആരെങ്കിലും ചോദിക്കാനുണ്ടോ? ഓക്കെ, നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. അടുത്ത ഓക്കെ, എന്താ പറയാനുള്ളത്? പറഞ്ഞു. ഓക്കെ, ഏറെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരുന്ന ഒരു ടെക്നിക്കൽ ഹൈസ്കൂൾ ഉണ്ടായിരുന്നു തീക്കോയി പഞ്ചായത്തില്. വളരെ മിടുക്കന്മാരായിട്ടുള്ള കുട്ടികൾ അവിടുത്തെ നിന്ന് പഠിച്ച് ജയിച്ച് ജോലിയായിട്ട് പോയിട്ടുണ്ട്. അതിപ്പോ തീക്കോ പഞ്ചായത്തിലുണ്ടോ? അതിന്റെ സ്ഥാനം എവിടെ പോയി? അത് എങ്ങനെ പോയി? അതിവിടെ പിടിച്ചു നിർത്താൻ ഇവിടുത്തെ പ്രസിഡന്റും ഭരണാധികാരികൾക്കും കഴിയാതെ. അല്ല, ടെക്നിക്കൽ സ്കൂളൊക്കെ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ് അതൊക്കെ സംസ്ഥാന ഗവൺമെന്റിന്റെ പരിധി വരുന്ന കാര്യങ്ങളാണ്. സംസ്ഥാന സർക്കാരിന്റെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിലാണ് ടെക്നിക്കൽ സ്കൂള്. MLA ആയിരുന്നപ്പോഴാണ് ഈരാറ്റുപേട്ട പഞ്ചായത്തിൽ കണ്ടുപിടിച്ചു കൊടുക്കേണ്ടത് പഞ്ചായത്തായിരുന്നു. സ്ഥലം കണ്ടുപിടിക്കേണ്ടത് പഞ്ചായത്തായിരുന്നു. പഞ്ചായത്തിന്റെ കഴിവില്ലായ്മയാണ്. അന്ന് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് അന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അന്ന് UDF ആണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ഈ UDF സംവിധാനമാണ് ഇവിടെ UDF അല്ല, ഞാൻ പറഞ്ഞോട്ടെ. നിങ്ങൾ പറയുമ്പോൾ UDF അല്ല, ഞാൻ പറയട്ടെ, UDF സർക്കാർ കൊണ്ടുവന്നതാണ് ഈ ടെക്നിക്കൽ സ്കൂള്. അത് UDF സർക്കാർ UDF സർക്കാർ കൊണ്ടുവന്ന ഈ സ്ഥാപനം ഇപ്പോഴത്തെ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റി കൊണ്ടുപോയി. അടുത്ത ഘട്ടത്തിലേക്ക് പോവുകയാണ്. പ്ലീസ്. അടുത്ത 5 വർഷം BJP-യിലേക്ക് എത്തുകയാണ്. BJP-ക്ക് ഈ പഞ്ചായത്തിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചെങ്കിൽ അടുത്ത 5 വർഷം ഈ തീക്കോയി ഗ്രാമപഞ്ചായത്തിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും? അടുത്ത 5 വർഷം BJP-ക്ക് ഇവിടെ ഒരു ഭരണസമിതി രൂപീകരിക്കാൻ സാധിക്കുമെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ലക്ഷ്യം വികസിത പഞ്ചായത്താക്കുകയാണ്. വികസിത പഞ്ചായത്ത് എന്ന് പറയുന്ന ഓരോ വ്യക്തികളുടെയും ജീവിത വികസനം ആകുകയും ഓരോ കുടുംബത്തിന്റെ വികസനവും അതിലൂടെ തീക്കോയി പഞ്ചായത്തിന്റെ വികസനവും രാജ്യത്തിന്റെ വികസനവുമായിട്ട് ഞങ്ങൾ അത്തരം കാര്യങ്ങളാണ്. സർവോന്മ വികസനമാണ് ലക്ഷ്യം വെക്കുന്നത്. ഓക്കെ, LDF പ്രതിനിധിയിലേക്ക് അടുത്ത വർഷം ഭരണത്തിലേറിയാൽ എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും? തീർച്ചയായിട്ടും തീക്കോയി പഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയ സാധ്യത എന്ന് പറയുന്നത് ടൂറിസം മേഖലയിലാണ്. ടൂറിസം മേഖലയിൽ വൻ കുതിച്ചുചാട്ടം നടത്തക്ക രീതിയിലുള്ള
പുതിയ പുതിയ പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ തയ്യാറാക്കിക്കൊണ്ട് യാതൊരു അഴിമതിയും ഇല്ലാത്ത ഒരു ഭരണം കാഴ്ചവെക്കുവാൻ ഞാൻ ഒരു ചെറിയ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ഒരു ചെറിയ ഉദാഹരണം ഏറ്റവും ചെറിയൊരു കാര്യം ഓഡിറ്റ് റിപ്പോർട്ടിലുള്ളതാ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ചുവട ചേർക്കുന്ന യാത്രകൾ യഥാർത്ഥത്തിൽ നടന്നിരുന്നില്ല എന്ന് പഞ്ചായത്ത് വാഹനത്തിന്റെ ലോഗ് ബുക്ക് പരിശോധിച്ചതിൽ നിന്നും വ്യക്തമാണ്. ലോഗ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ഇത് ഞാൻ അടിച്ചു വെച്ചിരിക്കുന്നതല്ല. ലോഗ് ബുക്കിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ഈ യാത്രകൾക്ക് യാത്രപ്പടി അനുവദിച്ചത് അംഗീകരിക്കുന്നില്ല എന്നാ എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഡീസൽ അടിച്ചിട്ടുണ്ട്. ആ ഡീസൽ അടിച്ചതിനും അതേപടിയാ പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ തന്നെ ലോഗ് ബുക്കിൽ ഇല്ലാത്ത അടുത്ത 5 വർഷം ഡീസൽ അടിച്ചിട്ട് ഇല്ലാത്ത യാത്രയ്ക്ക് ഡീസൽ അടിച്ചു വെച്ചിരിക്കുന്നത്. അടുത്ത 5 വർഷം അടുത്ത 5 വർഷത്തിലേക്ക് ഞാൻ ഈ 25 വർഷത്തിനുള്ളിൽ ഏറ്റവും കുറഞ്ഞ യാത്ര പടി മേടിച്ചിട്ടുള്ള ആളാണ്. കഴിഞ്ഞ 2 വർഷമായിട്ട് നിങ്ങൾ വർത്തമാനം പറയാതെ അത് എന്റെ കാലത്ത് ഏതേലും ഡേറ്റിൽ എന്തെങ്കിലും പെസകൾ ഉണ്ടെങ്കിൽ ആ പൈസ നമ്മൾ തിരിച്ചടച്ചിട്ടുണ്ട്. അടുത്ത 5 വർഷം എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും? തീർച്ചയായിട്ടും ടൂറിസം മേഖലയാണ് പ്രധാനമായിട്ടും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ടൂറിസം മേഖലയെ തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഈ പഞ്ചായത്തിന്റെ ഈ തീക്കോയി ടൗൺ കേന്ദ്രീകരിച്ചും പിന്നെ പഞ്ചായത്ത് ജംഗ്ഷൻ കേന്ദ്രീകരിച്ചും വെയിറ്റിംഗ് ഷെഡും അതുപോലെയുള്ള നമ്മുടെ ടൂറിസവുമായിട്ട് വന്നിട്ട് ഒരു അമ്യൂണിറ്റി സെന്റർ ഉണ്ടാക്കുവാനുള്ള എല്ലാ ശ്രമവും നടത്തുന്നതാണ്. അതുപോലെ തന്നെ ഗവൺമെന്റിൽ നിന്നും കിട്ടാവുന്ന എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് ഈ പഞ്ചായത്തിലെ ടൂറിസം മെച്ചപ്പെടുത്തി ഇവിടെയുള്ള ജനങ്ങൾക്ക് അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾ തീർച്ചയായിട്ടും കാഴ്ചവെക്കും എന്ന് ഒരു അനുമതിയുമില്ലാത്ത ഒരു ഭരണം കാഴ്ചവെക്കുവാനാണ്. അടുത്ത UDF പ്രതിനിധിയിലേക്ക് അടുത്ത 5 വർഷം ഈ തുടർ ഭരണം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും ഇനി ചെയ്യുന്നത്? പറയട്ടെ അവസരം തന്നല്ലേ പറയട്ടെ പ്ലീസ് പറയൂ. അടുത്ത 5 വർഷവും UDF തന്നെ ഈ തീക്കോയി പഞ്ചായത്ത് ഭരിക്കും. ഇതുപോലെയുള്ള വികസന പ്രവർത്തനങ്ങൾ ഇനിയും ഉണ്ടായിരിക്കും. ഒരു സംശയം വേണ്ട. ടൂറിസം മേഖലയിലും മറ്റെല്ലാ മേഖലകളിലും എല്ലാം വികസനത്തിന്റെ മാത്രം ഒരു പഞ്ചായത്ത് കമ്മിറ്റി ആയിരിക്കും ഉണ്ടാവുക. UDF ഭരിച്ചിരിക്കും. ആലപ്പാട്ട് ഗോൾഡ് ദൃശ്യ പോരാട്ടം 2025 ത്രിതല പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നടത്തുന്ന സംവാദ പരിപാടി ആലപ്പാട്ട് ഗോൾഡ് പോരാട്ടം 2025 തീക്കോയി പഞ്ചായത്തിൽ സമാപിക്കുന്നു. അടുത്ത പഞ്ചായത്തിൽ കാണാം. നന്ദി, നമസ്കാരം. ദൃശ്യ പോരാട്ടം 2025 നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ആലപ്പാട് ഗോൾഡ്, പാല, മുണ്ടക്കയം, കറുകച്ചാൽ. സ്പോൺസേർഡ് ബൈ മേരി ക്വീൻസ് ഹോസ്പിറ്റൽ, 26 മൈൽ, കാഞ്ഞിരപ്പള്ളി. സ്വർണം പണയം വെച്ചിട്ട് തിരിച്ചെടുക്കാൻ പ്രയാസപ്പെടുകയാണോ? അല്ലെങ്കിൽ ലേലത്തിൽ പോകുമോ എന്ന ആശങ്കയുണ്ടോ? കയ്യിലെ സ്വർണത്തിന് എവിടെ മികച്ച വില ലഭിക്കുമെന്നറിയാതെ വിഷമിക്കുന്നവരാണോ? അങ്ങനെയാണെങ്കിൽ ഉടൻ ആലപ്പാട് ഗോൾഡിലേക്ക് വിളിക്കൂ. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റിലെ അതാത് ദിവസത്തെ വില ഇവിടെ ലഭിക്കും. നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും എത്ര പഴയതായാലും ആലപ്പാട്ട് ഗോൾഡ് അന്നുള്ള ദിവസത്തെ മാർക്കറ്റ് വില നൽകി സ്വർണം തിരിച്ചെടുക്കുന്നു. GPay, RTGS, NEFT, ചെക്ക് എന്നിവയുടെ സൗകര്യവും ഉണ്ട്. പണത്തിന്റെ ടെൻഷൻ വേണ്ട. ആലപ്പാട്ട് ഗോൾഡ് നിങ്ങളുടെ സ്വർണത്തിന് വിപണിയിലെ ഏറ്റവും ഉയർന്ന വില നൽകുന്നു. 2001 മുതൽ കേരളത്തിലെ നമ്പർ 1 ഓൾഡ് ഗോൾഡ് പർച്ചേസ് ഷോപ്പായ ആലപ്പാട്ട് ഗോൾഡ് സാധാരണക്കാരെ സഹായിക്കാൻ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നു. ജനസേവനമാണ് നമ്മുടെ ലക്ഷ്യം. വിശ്വാസത്തോടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ വിൽക്കാൻ ആലപ്പാട്ട് ഗോൾഡിനെ സമീപിക്കാം. ഞങ്ങൾ സ്വർണത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്നു. ഞങ്ങളുടെ സ്ഥാപനങ്ങൾ മുണ്ടക്കയം KK റോഡിൽ സൗത്ത് ഇന്ത്യൻ ബാങ്കിന്റെ അടുത്ത് അജ്ഫ ബേക്കേഴ്സ് ബിൽഡിംഗിലും കറുകച്ചാലിൽ മല്ലപ്പള്ളി റോഡിലുള്ള ഫെഡറൽ ബാങ്ക് ബിൽഡിംഗിലും പ്രവർത്തിക്കുന്നു. അതുകൂടാതെ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മുടെ സർവീസ് ലഭ്യമാണ്. സ്വർണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് ഇനി ചിന്തിക്കുമ്പോൾ ഞങ്ങളുടെ നമ്പറിലേക്ക് ഒരു ഫോൺ കോൾ മതി. ആലപ്പാട്ട് ഗോൾഡ് നിങ്ങളെ സഹായിക്കാൻ നിങ്ങളുടെ അടുത്തെത്തും. ആലപ്പാട്ട് ഗോൾഡ് എന്നും നിങ്ങളോടൊപ്പം. Mother Suits,
Mother cares. Mother protects. Mother finds always reason to smile. Mother stands up for you for everything. Mary Queen's Mission Hospital, Kanirapalli, Kottayam. We care. God cures. Introducing South India's largest sanitary wear showroom, now in Pala. Welcome to Cochin Saniwares, where luxury meets innovation. Here, every leading sanitary wear brand has its own exclusive space, designed to bring their world to life. Step inside and experience the future of your home, with real-time previews that let you see exactly how your bathroom, kitchen, or living spaces will look before you decide. കൈകളുടെ അലങ്കാരങ്ങൾക്ക് പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻപ്രഭയേകാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങൾക്കായി ഒരുക്കുന്ന ബാംഗിൾ ഫെസ്റ്റ്. സമാനതകളില്ലാത്ത ഏറ്റവും പുതിയ ഡിസൈൻ വളകൾക്കൊപ്പം ട്രഡീഷണൽ വളകളുടെ അത്യാകർഷകമായ കളക്ഷനുമായി ഒക്ടോബർ 17 മുതൽ 24 വരെ ഞങ്ങളുടെ തൊടുപുഴ ഷോറൂമിൽ വരൂ. മനസ്സിനിണങ്ങിയ സ്വർണം മിതമായ വിലയിൽ സ്വന്തമാക്കുന്നതിനൊപ്പം അലങ്കാരങ്ങളുടെ പൂർണ്ണത അനുഭവിച്ചറിയാൻ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. മുരിക്കൻസ് ഗ്രൂപ്പിന്റെ MG ആൻഡ് ഫ്ലൈലൈൻ പ്രൊഡക്റ്റുകളിലേക്ക് ഏവർക്കും സ്വാഗതം. മോഹന വാഗ്ദാനങ്ങളിൽ ആകൃഷ്ടരാകാതെ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരവും വിൽപ്പനാനന്തര സേവനവും ഈ കാലഘട്ടത്തിൽ ഒരു ഉപഭോക്താവ് കരുതലോടുകൂടി ഉറപ്പുവരുത്തേണ്ടതാണ്. വിവിധതര ഉൽപ്പന്നങ്ങൾ അന്താരാഷ്ട്ര ഗുണനിലവാരത്തിൽ 30 വർഷത്തിന് മേൽ പ്രവർത്തന പാരമ്പര്യമുള്ള മുരിക്കൻസ് ഗ്രൂപ്പിന്റെ MG ആൻഡ് ഫ്ലൈലൈൻ ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ ഈ ഫീൽഡിലെ എക്സ്പേർട്സിൽ നിന്ന് തന്നെ നിങ്ങൾ സ്വന്തമാക്കും. ഓൺ ഗ്രിഡ് അല്ലെങ്കിൽ ഓഫ് ഗ്രിഡ് സോളാർ പവർ പ്ലാന്റുകൾ, രാത്രി കാലങ്ങളിൽ വീടിന്റെ പരിസരവും ഗാർഡനുകളും അതിമനോഹരമാക്കുവാനുള്ള സോളാർ ഗാർഡൻ ലൈറ്റുകൾ, ബാറ്ററിലെസ് സോളാർ പവർ പ്ലാന്റുകൾ, ഹൈ വോൾട്ടേജ് ആൻഡ് ലോ വോൾട്ടേജിൽ നിന്ന് നമ്മുടെ ഗൃഹോപകരണങ്ങളെ സംരക്ഷിക്കുന്ന ഇലക്ട്രിക് പ്രൊട്ടക്ടറുകൾ, MG ബ്രാൻഡഡ് സോളാർ വാട്ടർ ഹീറ്ററുകൾ, കോൺസ്റ്റന്റ് വോൾട്ടേജ് ഔട്ട്പുട്ട് നൽകുന്ന MG സെർവോ വോൾട്ടേജ് സ്റ്റെബിലൈസറുകൾ, ഭക്ഷണപാനീയങ്ങളും മറ്റും കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനുള്ള ഡീപ് ഫ്രീസറുകൾ, ഹോസ്പിറ്റൽ മോർച്ചറി ചേംബറുകൾ, മൊബൈൽ മോർച്ചറികൾ എന്നിവ ഞങ്ങളുടെ വിശാലമായ ശ്രേണിയിൽപ്പെടുന്നു. മുരിക്കൻസ് ഗ്രൂപ്പിന്റെ ഈ പ്രൊഡക്റ്റുകളെ കുറിച്ച് അറിയുന്നതിനായി സന്ദർശിക്കൂ murikans.com അല്ലെങ്കിൽ solarkerala.com.